ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാലിക് ബോണ്ടും അതിൻ്റെ ഡിഫറെൻറ്റ് തിയറീസ്, അതുപോലെ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കോവാലൻ ബോണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ അതിലെ വരുന്ന VSEPR തിയറി, വാലൻസ് ബോണ്ട് തിയറി, ദെൻ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണാത്തവർ അത് കാണാം. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് മെറ്റാലിക് ബോണ്ട്? യെസ്, metallic bond is the force of attraction between positively charged metal ions and the sea of delocalized free electrons surrounding them. This bond is responsible for the unique properties of metals like electrical conductivity, malleability and ductility. അതായത് മെറ്റാലിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. ആരൊക്കെ തമ്മിൽ? പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോണും അതുപോലെ അവിടെ കാണപ്പെടുന്ന ഫ്രീ ഇലക്ട്രോൺസും തമ്മിലാണ് എന്ത് ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടക്കുന്നത്. ഇത് മെറ്റൽസിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ദെൻ മെറ്റൽസിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇതൊക്കെ എന്ത് ഈ മെറ്റാലിക് ബോണ്ട് കാരണമാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും അതിന്റെ ഓരോ തിയറീസ് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ ബേസിക് ആയിട്ട് ഡയഗ്രാം നോക്കൂ. ഇവിടെ ഒരു മെറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഉണ്ടാവും. അതാണ് എന്ത് നമ്മളിപ്പോൾ ഇവിടെ M+ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, കാരണം എന്താ? അത് ലൂസ്ലി ബൗണ്ടഡ് ആണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് എന്തുണ്ടാവും? മെറ്റലിന്റെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള മെറ്റൽ അയോൺസും ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഇവർ തമ്മിൽ നമ്മളിപ്പോൾ ഒരുപാട് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നെറ്റ് ചാർജ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഒരു പോസിറ്റീവ് ചാർജും അതുപോലെ ഇലക്ട്രോൺസ് ഒരുപാടില്ലേ, ഇതെല്ലാതും കൂട്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനെ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എവിടെ നിൽക്കുന്നത്? മെറ്റൽസിൽ കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഫോർമേഷൻ പറയുന്നുണ്ട്, നോക്കൂ. ഇൻ എ മെറ്റൽ ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ ലൂസ്ലി ഹെൽഡ് ആൻഡ് ക്യാൻ മൂവ് ഫ്രീലി. അത് മെറ്റൽസിലെ പ്രോപ്പർട്ടി ആണ്. ഇവിടുത്തെ മെറ്റൽസിലെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് കാണപ്പെടുന്നതിന്റെ റീസൺ എന്താണ്? അവിടുത്തെ വാലൻസ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, these electrons leave their parent atom and become delocalized throughout the structure, forming an electron sea. അതായത് ഇതിപ്പോ ഒരു മെറ്റൽ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് ആ ഇലക്ട്രോൺ എസ്കേപ്പ് ആവും സ്വാഭാവികമായിട്ടും ഒരുപാട്, കാരണം ഇത് ലൂസ്ലി ബോണ്ടഡ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ മെറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ സി നമുക്ക് കാണാം. ഓക്കെ, ദെൻ ദ മെറ്റൽ ആറ്റം ബിക്കം പോസിറ്റീവ്. എന്തായാലും ഇവിടെ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ മെറ്റൽ ആറ്റം എന്തായി മാറും? അതൊരു പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറും. ഓക്കെ, ദെൻ ദ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് കാറ്റയോൺസ് ആൻഡ് ദ sea ഓഫ് ഇലക്ട്രോൺ ഫോമിങ് മെറ്റാലിക് ബോണ്ട്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഒരു പോസിറ്റീവും ഒരു ഇലക്ട്രോൺ തമ്മിലല്ല ഇവിടെ എന്ത് ബോണ്ടിങ്ങിൽ വരുന്നത്. ഇവിടെ ഒരുപാട് പോസിറ്റീവ് കാറ്റയോൺ ഉണ്ടാവും അല്ലെങ്കിൽ മെറ്റൽ അയോൺസ് ഉണ്ടാവും ഇല്ലേ? ഇവരും അതേപോലെ ഇതിന് ചുറ്റും ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ് മെറ്റാലിക് ബോണ്ട് ഫോം ചെയ്യാനുള്ള റീസൺ. ഓക്കെ, ഇനി ഒരു മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? യെസ്, എന്തായാലും ഇവിടെ ഇലക്ട്രോൺസിന് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. സോ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് കൂടുകയാണെങ്കിൽ, വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെ സ്ട്രോങ്ങർ മെറ്റാലിക് ബോണ്ട് കാണപ്പെടും. ഓക്കെ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രോങ്ങർ മെറ്റാലിക് ബോണ്ട് ഫോം ചെയ്യുന്നു. അതേപോലെ മെറ്റൽ അയോൺസ് ഉണ്ടല്ലോ, ആ മെറ്റൽ അയോൺസിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹയർ ചാർജ് ആണെങ്കിൽ അവിടെ സ്ട്രോങ്ങർ ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ അട്രാക്ഷൻ ഫോം ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് ഈ മെറ്റൽ അയോൺസിന്റെ സൈസ് ഒരു മെയിൻ ഫാക്ടർ ആണ്. ചെറിയ മെറ്റൽ അയോൺസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? സ്ട്രോങ്ങർ മെറ്റാലിക് ബോണ്ട് ഉണ്ടാവും. അതേസമയം വലിയ മെറ്റൽ അയോൺ ആണെങ്കിൽ അവിടെ മെറ്റാലിക് ബോണ്ട് ചെറുതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ വീക്കർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും 3 ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, ദെൻ ചാർജ് ഓൺ മെറ്റൽ അയോൺസ്, ആൾസോ സൈസ് ഓഫ് മെറ്റൽ അയോൺസ്. ഓക്കെ അല്ലേ? അപ്പൊ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം
ഇപ്പോ സോഡിയം ആവട്ടെ പൊട്ടാഷ്യം ആവട്ടെ ഇത് അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ അല്ല. ഓക്കെ, അപ്പൊ അത് സോഫ്റ്റ് മെറ്റൽ ആയിട്ട് നമുക്ക് സോഡിയത്തിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് സോഡിയം സോഫ്റ്റ് ആയി? അതേസമയം അയോണും അതേപോലെ നിക്കല് കോപ്പറൊക്കെ വളരെ സ്ട്രോങ് മെറ്റലാണ് അല്ലെങ്കിൽ ഹാർഡ് മെറ്റലാണ്. എന്ത് റീസൺ എന്താണ്? റീസൺ സോഡിയം ആവട്ടെ പൊട്ടാഷ്യം ആവട്ടെ അതിലൊക്കെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ് അല്ലേ? അതേസമയം നമ്മളിപ്പോ അയൺ എടുക്കുകയാണെങ്കിലോ നിക്കൽ എടുക്കുകയാണെങ്കിൽ കോപ്പർ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ അത് മിക്കതും ഹാർഡ് മെറ്റലായി ഫോം ചെയ്യാൻ കാരണം അവിടെ ഒരുപാട് വാലൻസ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിയാൽ മെറ്റാലിക് ബോണ്ടിങ് കൂടും സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് അവ ഹാർഡായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അടുത്തത് നമുക്ക് ഈ എന്തുകൊണ്ട് മെറ്റാലിക് ബോണ്ട് ഫോം ചെയ്തു, അപ്പൊ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന്റെ മെറ്റൽസിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആവട്ടെ, ലെസ്റ്റർ ആവട്ടെ, അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി, അത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരുപാട് തിയറീസ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള തിയറീസ് ഒന്ന് ഫ്രീ ഇലക്ട്രോൺ തിയറി. ഓക്കെ, അതായത് ഫസ്റ്റ് വന്ന തിയറിയാണ് ഫ്രീ ഇലക്ട്രോൺ തിയറി. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ക്വാണ്ടം ഇലക്ട്രോൺ തിയറി വരുന്നുണ്ട്. ദെൻ അതിനുശേഷം വരുന്നതാണ് വാലൻസ് ബോണ്ട് തിയറി. ദെൻ അവസാനമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത തിയറിയാണ് ബാൻഡ് തിയറി. നമുക്ക് മെയിൻ ആയിട്ട് ഈ 3 തിയറീസ് പഠിക്കാനുള്ളൂ. ഫ്രീ ഇലക്ട്രോൺ തിയറി, ദെൻ വാലൻസ് ബോണ്ട് തിയറി, പിന്നെ ബാൻഡ് തിയറി. ഇത് 3 നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അതും ഒരുപാട് ഡെപ്തിലേക്ക് പഠിക്കാനുള്ള, ജസ്റ്റ് അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയാവും. അപ്പൊ എന്താണ് ഫ്രീ ഇലക്ട്രോൺ തിയറി? യെസ്, ഫ്രീ ഇലക്ട്രോൺ തിയറി പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റൽ ആറ്റത്തില് അല്ലെങ്കിൽ മെറ്റൽസിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്നുണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കുന്നത്? ഇത് വളരെ റാൻഡം ആയിട്ട് ചെയ്യുന്നു? ആ മെറ്റൽസിലൂടെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു ഗ്യാസ് മോളിക്യൂൾസ്, നമ്മുടെ കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ ആ ഗ്യാസ് ആകെ റാൻഡം ആയിട്ടാണ് അതിന് മോഷൻ നടക്കുക. അതേപോലെ ആണെന്ത് മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്. ഓക്കെ, അത്രയും വളരെ ഒരു ഗ്യാസ് പോലെ തന്നെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് മെറ്റൽസിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതുപോലെ തെർമൽ കണ്ടക്ഷനൊക്കെ കാരണമാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് പറയുന്ന തിയറിയാണ് ഫ്രീ ഇലക്ട്രോൺ തിയറി. ഇത് പ്രൊപ്പോസ് ചെയ്തത് 1900 ഡ്രൂഡ് ആണ്. ദെൻ അതിലൊന്ന് ചെറിയ ഇംപ്രൂവ് ചെയ്താണ് ലോറൻസ്. ഓക്കെ, എന്തായാലും അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. അതിന്റെ ബേസിക് അസംഷൻ ജസ്റ്റ് ഒന്ന് നോക്കൂ. മെറ്റൽ കണ്ടെയ്ൻസ് ഫ്രീ ഇലക്ട്രോൺസ് ദാറ്റ് മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ക്രിസ്റ്റൽ. ഓക്കെ, ഇവിടെ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ആണ്. നമ്മൾ ഇനി പറയുന്ന എല്ലാത്തിലും എന്താണ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ആണ്. കാരണം നമുക്കറിയാം ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ കറക്റ്റ് ഒരു ബൈൻഡ് ചെയ്ത ഇലക്ട്രോൺസിനെയാണ് ലോക്കലൈസ്ഡ് എന്ന് പറയാം. അതായത് നോർമലി ഇപ്പൊ നമ്മൾ H2 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിലെന്താണ് ബോണ്ടിങ് ഏർപ്പെടുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ഷെയറിങ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്താണ് അത് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനോ കഴിയോ? ഇല്ല. അതേസമയം മെറ്റൽസിലെ ഇലക്ട്രോൺസ് എന്താണ്? അത് ഡീലോക്കലൈസ്ഡ് ആണ്. ഓക്കെ അല്ലേ? അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത എന്താ പറയുന്നത്? പോസിറ്റീവ് അയോൺ ഓഫ് മെറ്റൽ ആറ്റംസ് ആർ ഫിക്സഡ് ഇൻ പൊസിഷൻ ആൻഡ് ഫോം എ ലാറ്റിസ്. അതായത് ഇവിടെ എന്തായാലും ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് അയോൺസ് ആണല്ലോ ഉണ്ടാവുക അല്ലേ? ഈ മെറ്റൽ അയോൺസ് എന്തായിട്ട് നിൽക്കുന്നത്? അത് ഫിക്സഡ് ആയിട്ടാണ്, അതിന് മോഷൻ സംഭവിക്കുന്നില്ല. ഓക്കെ, ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഈ തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി ആണ് മെയിനായിട്ട് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ക്വാണ്ടം എഫക്റ്റ് ഒന്നും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ തിയറിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതേസമയം നമ്മൾ എന്താ പറയാ ഇനി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. അപ്പം അതിലെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയിക്കുന്നത് അവിടെ എന്താണ്? അവിടെ ശരിക്കും ഇലക്ട്രോൺ ബിഹേവ് ചെയ്യുന്നതൊക്കെ എന്ത് പ്രകാരമാണ്? ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണ് ഇലക്ട്രോൺസിന്റെ ബിഹേവിയർ ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. പക്ഷെ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് പോലെ തന്നെയാണ് ഇലക്ട്രോണെ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ എടുത്തിരിക്കുന്ന അപ്രോച്ച് എന്ത് തന്നെയാണ്? ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. അതായത് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ ഇലക്ട്രോണിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്തായാലും ഇവർ തമ്മിൽ എന്തുണ്ടാവും? കൊളീഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എന്താണെങ്കിലും ഇവിടെ ഉള്ളത് ആ വാക്കിൽ തന്നെ ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺ തിയറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് എന്താണ്?
ഒരുപാട് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. ദെൻ അവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ അയോൺസ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മൊത്തത്തിലുള്ള ബോണ്ടിങ് ആണ് ഇവിടെ മെറ്റാലിക് ബോണ്ടിങ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ ഇലക്ട്രോൺസിന്റെ ഫ്രീ മൂവ്മെന്റ് കാരണമാണ് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ ലഭിക്കുന്നത് എന്നാണ് ഫ്രീ ഇലക്ട്രോൺ തിയറി പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ചിട്ട് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് നോക്കുകയാണെങ്കിൽ, ഒന്ന് മെറ്റലിന്റെ കണ്ടക്ടിവിറ്റി. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ഇലക്ട്രിക്കൽ എന്തുകൊണ്ട് എങ്ങനെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോണിന്റെ മൂവ്മെന്റാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അതായത് മെറ്റൽസ് ഹൈലി തെർമൽ കണ്ടക്ടിങ് ആണ്. നമ്മൾ ഹീറ്റഡ് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതും കറക്റ്റ് ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ദെൻ അടുത്തതാണ് വെയ്ഡ്മാൻ ഫ്രാൻസ് ലോ. അതും ഇത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്താണ് വെയ്ഡ്മാൻ ഫ്രാൻസ് ലോ പറയുന്നത്? ദ റേഷ്യോ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ടു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് തെർമൽ കണ്ടക്ടിവിറ്റി കെ ഡിവൈഡഡ് ബൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കെ ബൈ സിഗ്മ എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കെ ബൈ സിഗ്മനെ ആ ടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കെ ബൈ സിഗ്മ ഇൻറ്റു ടി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്ന് വരും. ഓക്കെ, ആ കോൺസ്റ്റന്റിനെയാണ് ലോറൻസ് നമ്പർ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ വെയ്ഡ്മാൻ ഫ്രാൻസ് ലോ എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ആയിട്ട് ഈ ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ റിലേഷൻ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. കെ ബൈ സിഗ്മ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതിനെയാണ് ആ കോൺസ്റ്റന്റ് ആണ് ലോറൻസ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ എന്താണ്? ഇവിടെ മെറ്റൽസിലെ ഫ്രീ ഇലക്ട്രോൺസിന്റെ എക്സിസ്റ്റൻസ് പറഞ്ഞത് തന്നെയാണ് ഫ്രീ ഇലക്ട്രോൺ തിയറിയാണ്. ഓക്കെ ആണല്ലോ? പക്ഷെ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഇതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതാണ് അടുത്ത് പറയുന്നത്, ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വൈ ഓൺലി സം ഇലക്ട്രോൺ പാർട്ടിസിപ്പേറ്റ് ഇൻ കണ്ടക്ഷൻ. അതായത് നമ്മളിപ്പോ മെറ്റൽസിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, ഇല്ല ആ എല്ലാ ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നില്ല? അവിടെ കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഇല്ലല്ലോ. നമ്മൾ ഇനി വരുന്ന നമ്മുടെ ബാൻഡ് തിയറി എത്തുമ്പോൾ പറയുന്നുണ്ടല്ലോ, അതായത് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് മാത്രമേ ശരിക്കും എന്തിൽ ഏർപ്പെടുന്നുള്ളൂ? ഇവിടെ ആ ഇലക്ട്രിക്കൽ കണ്ടക്ഷനിൽ ഏർപ്പെടുന്നുള്ളൂ. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല? അതിൽ ഏർപ്പെടുന്നില്ല. അപ്പൊ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല? ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദെൻ അടുത്ത് പറയും നോക്കൂ, fail to explain heat capacity of metals correctly. ഓക്കെ, അതായത് മെറ്റൽസിലെ ഹീറ്റ് കപ്പാസിറ്റി കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ, ഇവിടെ പറയുന്ന അസംഷന് ഏതാ എടുത്തത്? നമ്മുടെ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക് ആയിരുന്നു ഇവിടെ എടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു എന്താ പറയുക ഡിഫറൻസ് വന്നത്. കാരണം ഈ തിയറി വെച്ച് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ വലിയ വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷെ ശരിക്ക് എക്സ്പെരിമെന്റിലൂടെ കിട്ടുന്ന വാല്യൂ എന്തല്ല, കറക്റ്റ് അല്ല. അത് പിന്നീട് വരുന്ന ക്വാണ്ടം തിയറി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത കാര്യം പറയുന്നത് എന്താണ്? ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആക്യുറേറ്റ്ലി. ഓക്കെ, അതായത് നമുക്കറിയാം ഇപ്പൊ മെറ്റൽസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ഷൻ കുറയാണ് ചെയ്യുക. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് ഈ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദെൻ ഇത് മെയിൻ ആയിട്ട് ഡ്രോബാക്ക് ആണ്. ഇറ്റ് ഇഗ്നോർഡ് ക്വാണ്ടം എഫക്ട്സ്. ഓക്കെ, അതായത് നമുക്കറിയാം ഇലക്ട്രോൺസ് ശരിക്ക് എന്താണ് ഒബേ ചെയ്യുന്നത്? ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഒബേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് ഫെയിലിയർ ആയി പോയത്. അപ്പൊ ഇത്രയും ഡ്രോബാക്സ് ഒന്ന് നികത്താൻ വേണ്ടിയാണ് അടുത്തൊരു തിയറി വന്നതാണ് സോമർഫെൽഡ് തിയറി അല്ലെങ്കിൽ ക്വാണ്ടം ഇലക്ട്രോൺ മോഡലൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അവിടെ ജസ്റ്റ് ആ വ്യത്യാസം അറിഞ്ഞാൽ മതി. അവിടെ യൂസ് ചെയ്യണ എന്താണ്? അവിടെ ഫെർമി ഡിറാക് സ്റ്റാറ്റി ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ പോളി പ്രിൻസിപ്പിൾ ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ തിയറി അത് പഠിക്കാനില്ല, ജസ്റ്റ് ഒരു കാര്യം അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്തതാണ് വാലൻസ് ബോണ്ട് തിയറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിൽ പഠിച്ചിരുന്നു വാലൻസ് ബോണ്ട് തിയറി ഇല്ലേ? അവിടെ ഓരോ കോമ്പൗണ്ടിന്റെ ഷേപ്പ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ്? വാലൻസ് ബോണ്ട് തിയറിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? അവിടെ
ആറ്റമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ? അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇവിടെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ പറയാ, അവിടെ നമ്മൾ യൂസ് ചെയ്തത് കോവാലന്റ് ബോണ്ടിൽ പറയുമ്പോൾ അവിടെ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിന്റെ കാര്യമാണ് എന്ത് അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ കറക്റ്റ് എന്ത് ഒരു ഫിക്സഡ് കോവാലന്റ് ബോണ്ട് അല്ല കാണിക്കുന്നത്, ഇവിടെ ഒരു റെസണൻസ് ടൈപ്പ് ആണ് നടക്കുന്നത്. ഓക്കെ, അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. വാലൻസ് ബോണ്ട് തിയറി ഒറിജിനലി ഡെവലപ്ഡ് ബൈ ലിനസ് പോളിംഗ് ടു എക്സ്പ്ലെയിൻ കോവാലന്റ് ബോണ്ടിങ് ഇൻ മോളിക്യൂൾസ് that describe bond as overlapping atomic orbitals forming localized electron pairs. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. Then in metals, VBT is adapted to account for delocalized bonding and metallic properties like conductivity, malleability and luster. Unlike molecular compounds, metals involve resonance among multiple bonding structures due to low ionization energy and availability of empty orbitals. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ മെറ്റൽസിന്റെ വാലൻസ് ബോണ്ട് തിയറി പറയുമ്പം ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ റെസണൻസ് എഫക്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓവർലാപ്പിംഗ് ആണ് പറഞ്ഞു. അത് തന്നെ മെറ്റൽസ് ഇൻവോൾവ് റെസണൻസ് എമംഗ് മൾട്ടിപ്പിൾ ബോണ്ടിങ് സ്ട്രക്ചേഴ്സ് ഡ്യൂ ടു ലോ അയണൈസേഷൻ എനർജീസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് എംപ്റ്റി ഓർബിറ്റൽസ്. അത് നമുക്കറിയാം, മെറ്റൽസിലാണെങ്കിൽ ആ മെറ്റൽ ആറ്റത്തിൽ എന്ത് ഒരുപാട് അതിന്റെ അയണൈസേഷൻ എനർജി എന്താ വളരെ കുറവാണ്. ഓക്കെ, അതേപോലെ അതിലെന്ത് ഒരുപാട് എംപ്റ്റി ഓർബിറ്റൽസും കാണപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ഒരുപാട് ഓവർലാപ്പിംഗ് നമുക്ക് പോസിബിൾ ആണ്. അതേപോലെ ഇവിടെ ഒരു ഓവർലാപ്പിംഗ് അല്ല, മൾട്ടിപ്പിൾ ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഇവിടെ എന്താ റെസണൻസ് എഫക്റ്റ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, in metals, each metal atom contributes valence electrons and orbitals instead of forming fixed covalent bond. Electrons are shared among many atoms via resonance between numerous possible bonding configuration. അപ്പൊ ആ ഒരു വ്യത്യാസം എന്താ ഉള്ളത്, ഇവിടെ എന്താണ് റെസണൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ബോണ്ടിങ് ഇവിടെ പോസിബിൾ ആണെന്ന് അർത്ഥം. അപ്പൊ ഇത് വെച്ച് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു നോക്കാം. ഒന്ന്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അതെന്താണ്, ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് മൂവ് ഫ്രീലി അണ്ടർ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇലക്ട്രോൺസ് സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്യുമല്ലോ. അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി, ദെൻ മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി. ഓക്കെ, നമുക്കറിയാം എന്താണ് മാലിബിലിറ്റി. അത് മെറ്റൽസിന്റെ മെയിൻ പ്രോപ്പർട്ടി ആണല്ലോ. അത് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽസിനെ ഒരു പ്ലേറ്റ് പോലെ അല്ലെങ്കിൽ ഷീറ്റ് പോലെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അടിച്ചു വരുത്തി ഷേപ്പാക്കി മാറ്റാം. അതേപോലെ അതിനെ വയറിന്റെ രൂപത്തിലേക്ക് മാറ്റാനൊക്കെ പറ്റും ഇല്ലേ? അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ, ഇവിടെ എന്താണ് നമ്മളിപ്പോ കോവാലന്റ് ബോണ്ട് ഒക്കെ പറയുകയാണെങ്കിൽ അവിടെ എന്താ ഡയറക്ഷണൽ ബോണ്ട് ആണല്ലോ കോവാലന്റ് ബോണ്ട് ഒക്കെ. അതേസമയം ഇവിടെ ആണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഫിക്സ്ഡ് ഡയറക്ഷണൽ ബോണ്ട് അല്ല. ഓക്കെ, അപ്പൊ ഏത് ഡയറക്ഷനിലേക്കും ഇവിടെ എന്താണ് ബോണ്ടിങ് പോസിബിൾ ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മളിപ്പോ ഒരു ആരത്തും സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രത്യേകിച്ച് ബോണ്ട് ബ്രേക്ക് ആണെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ എന്താണ് റെസണൻസ് എഫക്റ്റ് ഇവിടെ കാണുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽസിനെ വയറിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മെറ്റാലിക് പ്ലേറ്റുകളായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. അപ്പൊ അതിനൊന്നും പ്രത്യേകിച്ച് ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവുന്നൊന്നുമില്ല. ഓക്കെ, കാരണം എന്താണ് ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ടിങ് പോസിബിൾ ആണ്. അതേസമയം അതേപോലെ എന്താണ് റെസണൻസ് എഫക്റ്റ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകം ആലോചിക്കുക, ഇവിടെ എന്താ ഡീ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് ഓർബിറ്റിൽ എന്തല്ല അവിടെ ഉറച്ചു നിൽക്കില്ല, അതെന്താ ഫ്രീ ടു മൂവ് ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ലെസ്റ്റർ എന്നുള്ളത്, മെറ്റലിന്റെ ആ തിളക്കം. ഓക്കെ, അതെന്തുകൊണ്ട് ചോദിച്ചാൽ ഇവിടുത്തെ ഡീ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിന് എന്താ പറയാ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനും അതുപോലെ റീ എമിറ്റ് ചെയ്യാനും കഴിയും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്താ ആ ഒരു തിളക്കം കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വാലൻസ് ബോണ്ട് തിയറി വെച്ച് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. ഇനി അടുത്തതാണ് ബാൻഡ് തിയറി. ഓക്കെ, നമ്മൾ പഠിച്ച അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എടുത്ത സമയത്ത് ബാൻഡ് തിയറി പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. എന്തായാലും നോക്കാം. The band theory, also called electron band theory, is a quantum mechanical explanation of metallic bonding and electrical properties of solids. ബാൻഡ് തിയറി ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് എന്തായിരുന്നു, ക്ലാസിക്കൽ തിയറി ആണെങ്കിൽ ഇവിടെ ബാൻഡ് തിയറി അപ്രോച്ച് ചെയ്യുന്ന ഏതാണ്, ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് ആണ് ഇവിടെ എടുക്കുന്നത്. ഇത് പിന്നെ ഏതൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ചോദിച്ചാൽ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ഫ്രം ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി, അതായത് സോമർഫെൽഡ് തിയറി ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി കൺസെപ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ക്വാണ്ടം മെക്കാനിക്സ് എടുത്ത സമയത്ത് ബാൻഡ് തിയറി അപ്രോച്ച് ചെയ്യുന്ന ഏതാണ്, ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് ആണ് ഇവിടെ എടുക്കുന്നത്. ഇത് പിന്നെ ഏതൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ചോദിച്ചാൽ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ഫ്രം ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി, അതായത് സോമർഫെൽഡ് തിയറി ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി കൺസെപ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ പഠിച്ച ഇതിനു മുമ്പ് പഠിച്ച
കോവലന്റ് ബോണ്ടിലെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി കൺസെപ്റ്റും ദെൻ സോമർഫെൽഡ് ക്വാണ്ടം തിയറി എന്ത് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് എന്ത് അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ബാൻഡ് തിയറി. ഓക്കെ. When atoms come close together to form a solid, their outer atomic orbitals overlap. നമ്മൾ പഠിച്ചു മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം എന്താണ് അവിടെ ഈ ആറ്റമിക് ഓർബിറ്റൽസ് അല്ലെങ്കിൽ വാലൻസിലെ ആറ്റമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ടാണ് എന്ത് പുതിയ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നൊക്കെയാണ് അവിടെ പഠിച്ചിട്ടുള്ളത് അല്ലേ. അതേപോലെ ഇവിടെ നമ്മളിപ്പോൾ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിലെ വാലൻസിലെ ആറ്റമിക് ഓർബിറ്റൽ എന്ത് ചെയ്യും മിക്സ് ചെയ്ത് ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതിന് റെസ്പോണ്ടിങ് എനർജീസ് ഒക്കെ പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു മെറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആറ്റിൽ ഒരു മെറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് 1000 അല്ലെങ്കിൽ എന്ത് ബില്യൺ ടൈംസ് അതിൽ ആറ്റംസ് കാണപ്പെടും. ഓക്കെ. അപ്പൊ ഈ ഓരോ ആറ്റത്തും എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇവർ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് ഒരുപാട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവരെന്താണ് എല്ലാം ഒരു ബാൻഡ് പോലെയാണ് കാണപ്പെടുക. ഓക്കെ. ഒരുപാട് എനർജി പോസിബിൾ ആണ്, എനർജി ലെവൽസ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ബാൻഡ് പോലെയാണ് എന്ത് കാണപ്പെടുന്നത്. അതായത് നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ എനർജി ബാൻഡ് അല്ലെങ്കിൽ ഈ കണ്ടിന്യൂസ് ബാൻഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് എനർജി ബാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അതായത് ഇപ്പൊ നമ്മൾ സോഡിയം എടുക്കുകയാണെങ്കിൽ ഒരു സോഡിയം മാത്രം എടുക്കുകയാണെങ്കിൽ എന്ത് അതിൽ വാലൻസോ ഇലക്ട്രോണോ മാത്രമേ ഉള്ളൂ അല്ലേ. അതേസമയം നമുക്ക് അറിയാം ഒരു സോഡിയത്തിന്റെ മെറ്റൽ എടുക്കുകയാണെങ്കിൽ അതിൽ മില്യൺ ടൈംസ് എന്തുണ്ടാവും സോഡിയം ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ഓരോ സോഡിയത്തിലും എന്ത് ഇലക്ട്രോൺസ് പോസിബിൾ അല്ലേ, അത്രയും ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. അപ്പൊ ഓരോ ഇലക്ട്രോൺസ് എന്ത് ഓരോ എനർജി ലെവൽസിലാണ് നിൽക്കുക അല്ലേ. അപ്പൊ ഇങ്ങനെ ഇത്രയും എനർജി ലെവൽസ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ് ഒരു കണ്ടിന്യൂസ് എനർജി ബാൻഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇവിടെ രണ്ട് ടൈപ്പ് ബാൻഡ് ഫോം ചെയ്യുന്ന ഒന്ന് വാലൻസ് ബാൻഡും ദെൻ കണ്ടക്ഷൻ ബാൻഡ്. എന്താണ് വാലൻസ് ബാൻഡ്? ബാൻഡ് ഫോംഡ് ബൈ വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞപ്പോ സോഡിയത്തിന്റെ ആണെങ്കിൽ സോഡിയത്തിന്റെ ആ 3s1 ഓർബിറ്റൽ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ അതിന്റെ അത് കൂടി ചേർന്നുണ്ടാവുന്ന ബാൻഡാണ് എന്ത് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ബാൻഡാണ് വാലൻസ് ബാൻഡ്. ഓക്കെ. അതേപോലെ അടുത്താണ് എന്ത് കണ്ടക്ഷൻ ബാൻഡ്. നമ്മളിപ്പോ 3s എടുക്കുകയാണെങ്കിൽ അതിൽ 3p 3d ഓർബിറ്റൽസ് ഒക്കെ എന്താണ് ഫ്രീ ആയിട്ട് അവിടെ പോസിബിൾ ആണ് അല്ലേ. അപ്പോ ബാക്കി ഈ empty ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ടുള്ള ബാൻഡുകളാണ് എന്ത് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. empty ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ടുള്ള ബാൻഡുകളോ അതിനെയാണ് അല്ലെങ്കിൽ എന്ത് പാർഷ്യലി ഇലക്ട്രോൺസ് അവിടെ പോസിബിൾ ആണ്, എന്താണെങ്കിലും ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കുന്നത്. കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. ഇനി ഇവിടെ എനർജി നോക്കുകയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിനാണ് എനർജി കൂടുതലുള്ളത്. പിന്നെ ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ആ സെപ്പറേഷൻ ഉണ്ടല്ലോ, ഈ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഈ ഗ്യാപ്പിൽ എന്തുണ്ട് കാണപ്പെടില്ല ഇലക്ട്രോൺസിനെ കാണപ്പെടില്ല. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് അറിയാം. ഒന്ന് എന്താ നമ്മൾ മെറ്റൽസ് അതുപോലെ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ഇവരെ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ബാൻഡ് തിയറീസ് ആണ്. അതെങ്ങനെയാ നമുക്കറിയാം. മെറ്റൽസിലാണെങ്കിൽ ഇവിടെ നോക്കൂ, ഈ യെല്ലോയിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വാലൻസ് ബാൻഡ് ആണ്. ദെൻ പിങ്ക് കൊടുത്തിട്ടുള്ളത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ വാലൻസ് ബാൻഡ് മെറ്റൽസിലാണെങ്കിൽ എങ്ങനെയാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഓക്കെ. രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടാണ് മെറ്റൽസിൽ കാണപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് പ്രത്യേകിച്ച് ബാൻഡ് ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ വളരെ മൈന്യൂട്ട് ബാൻഡ് ഗ്യാപ്പേ അവിടെ കാണപ്പെടുന്നുള്ളൂ. അതേസമയം സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവിടെ എന്താ വ്യത്യാസം? സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയാണ് ചെറിയൊരു സെപ്പറേഷൻ ഉണ്ടാവും. ഓക്കെ. ഒരുമിച്ചല്ല ഓവർലാപ്പ് ചെയ്തല്ല കിടക്കുന്നത്, ചെറിയൊരു എനർജി ഗ്യാപ്പ് അവിടെ പോസിബിൾ ആണ്. അതായത് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെയാണ് അവിടെ വരുന്നത്. നോർമലി നമ്മൾ പഠിച്ചിരുന്നു ഏകദേശം എന്ത് ഇപ്പൊ ജർമ്മനിയൊക്കെ ആണെങ്കിൽ 0.7 വോൾട്ട് ആണ് ഇലക്ട്രോൺ വോൾട്ട് ആണെന്ത് അതിന്റെ എനർജി ഗ്യാപ്പ് വന്നിരുന്നത്. സിലിക്കൺ ആണെങ്കിൽ ഏകദേശം 1.1 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെയാണ് ഇതിന്റെ ബാൻഡ് എനർജി ഗ്യാപ്പ് വന്നിരുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കുക ഇൻസുലേറ്റർ ആണെങ്കിലോ. ഇൻസുലേറ്റർ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? വളരെ വലിയ എനർജി ഗ്യാപ്പ് ആയിരിക്കും, ഏകദേശം ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ വലിയ ബാൻഡ് ഗ്യാപ്പ് ആണ് അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഇൻസുലേറ്റേഴ്സിൽ ഉണ്ടാവും. ഓക്കെ. അതുകൊണ്ടാണ് ഇൻസുലേറ്റർ എങ്ങനെയാണെങ്കിലും എന്ത് അതിൽ കണ്ടക്ഷൻ പോസിബിൾ അല്ലാത്തത്. ഓക്കെ.
നമ്മൾ എത്ര എനർജി കൊടുത്താലും ഇൻസുലേറ്റർ എന്ത് ചെയ്യില്ല, ഈ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഒരിക്കലും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തില്ല. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കണ്ടക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പം നോർമലി ഈ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഒക്കെ എന്തായിരിക്കും, ബൗണ്ട് ഇലക്ട്രോൺസ് ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നത് ഏത് ആളുകൾക്കാണ്, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിന് മാത്രമേ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അത് ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആണെന്ത്, അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ തരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ മെറ്റൽസിൽ എന്തുകൊണ്ട് ഈ ഹൈലി ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ കിട്ടുന്നു ചോദിച്ചാൽ എന്താണ്, ഇവിടെ നോക്കൂ, ഇവിടെ വാലൻസ് ബാൻഡും അതുപോലെ കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എന്താണ്, ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ ഇവിടുത്തെ ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അതേസമയം സെമി കണ്ടക്ടേഴ്സ് നോക്കൂ, സെമി കണ്ടക്ടേഴ്സ് 0 കെൽവിനൊക്കെ ആണെങ്കിൽ അതെന്താണ്, ഇൻസുലേറ്റർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താ, ഇവിടെ ഉണ്ടായ സെമി കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, വാലൻസ് ബാൻഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം എക്സ്റ്റേണൽ ടെമ്പറേച്ചർ ഒക്കെ വരുന്ന സമയത്ത്, എനർജി കിട്ടുന്ന സമയത്താണ് എന്ത്, ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിയിട്ടാണ് എന്ത്, സെമി കണ്ടക്ടേഴ്സിലേക്ക് നമുക്ക് കണ്ടക്ഷൻ കിട്ടുന്നത്. ഓക്കെ അല്ലേ. അതേസമയം ഇൻസുലേറ്റർ ആണെങ്കിൽ എത്ര എനർജി കൊടുത്താലും എന്ത് ചെയ്യില്ല, ഈ എനർജി ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് നോർമലി ഇൻസുലേറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, പ്ലാസ്റ്റിക് ആവട്ടെ റബ്ബർ ആവട്ടെ, ഇതൊക്കെ ഇൻസുലേറ്റർ ആയിട്ട് നിൽക്കുന്ന റീസൺ അതുകൊണ്ടാണ്. അപ്പോ നേരത്തെ പറഞ്ഞ തന്നെ വാലൻസ് ബാൻഡ് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഫിൽഡ് ഓർ പാർഷ്യലി ഫിൽഡ് വിത്ത് വാലൻസ് ഇലക്ട്രോൺസ്. പിന്നെ അതെന്താണ്, ലോവർ എനർജി ബാൻഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡ് ആണെങ്കിലോ ഇറ്റ് ഈസ് മേ ബി അതെന്താവാം, എം ടി ആവാം, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ബാൻഡ് ആവാം. ഇതെവിടെ കാണപ്പെടുന്നത്, വാലൻസ് ബാൻഡിന് മുകളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ മെയിൻ ഇതിന്റെ പ്രത്യേകത എന്താ, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഇൻ ദിസ് ബാൻഡ് ആർ ഫ്രീ ടു മൂവ് കോസിംഗ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. ഓക്കെ, അടുത്തത് ആ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് വെയർ നോ ഇലക്ട്രോൺ സ്റ്റേറ്റ് എക്സിസ്റ്റ്. അതിന്റെ ഇടയിൽ ഒരു ഇലക്ട്രോൺ സ്റ്റേറ്റ് നമുക്ക് കാണപ്പെടില്ല. അതാണ് എന്ത്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ദ വിഡ്ത്ത് ഓഫ് ദിസ് ഗ്യാപ്പ് ഡിറ്റർമിൻ വെദർ ദ മെറ്റീരിയൽ ഈസ് എ കണ്ടക്ടർ, സെമി കണ്ടക്ടർ ഓർ ഇൻസുലേറ്റർ. അത് നമുക്ക് എന്ത്, ഇതിന്റെ വിഡ്ത്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, ആ മെറ്റീരിയൽ കണ്ടക്ടർ ആണോ അല്ലെങ്കിൽ മെറ്റൽ ആണോ, അല്ല സെമി കണ്ടക്ടർ ആണോ അല്ലെങ്കിൽ അത് ഇൻസുലേറ്റർ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി എന്തുകൊണ്ട് മെറ്റൽസ് കണ്ടക്ട് ചെയ്യുന്ന ചോദിച്ചാൽ എന്താണ്, ഇവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഓവർലാപ്പിംഗ് നടക്കുന്നത് കൊണ്ടാണ് എന്ത്. അപ്പൊ നോർമൽ കേസ് തന്നെ, അല്ലെങ്കിൽ നമ്മളിപ്പോ 0 കെൽവിൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ എത്തിയാൽ തന്നെ എന്ത് ചെയ്യും, മെജോറിറ്റി ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ കിട്ടും. ഓക്കെ, when an electric field is applied, these electrons move easily, producing electric current. നോർമലി ഒരു മെറ്റലും വെറുതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത്, അതിന് കൺവേർഷൻ കിട്ടില്ല. ഓക്കെ, അതേസമയം എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്താലേ അതിൽ നിന്ന് എന്ത് ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുള്ളൂ. കാരണം നേരത്തെ കേസിലാണെങ്കിൽ എന്ത്, അത് റാൻഡം മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് കിട്ടില്ല. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ. മെറ്റൽസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലാറ്റിസ് വൈബ്രേഷൻ കൂടില്ലേ, അല്ലെങ്കിൽ കൊളീഷൻസ് കൂടില്ലേ, കൂടും. അതായത് ഇലക്ട്രോൺസും അതേപോലെ ഈ ഇതിലുള്ള ലാറ്റിസ് തമ്മിൽ എന്ത് കൊളീഷൻ സംഭവിക്കും, അല്ലെങ്കിൽ മെറ്റൽ അയോണും തമ്മിൽ കൊളീഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊളീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോണും ഈ മെറ്റൽ അയോൺ തമ്മിൽ എന്ത് കൊളീഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കൊളീഷൻ കൂടും. കൊളീഷൻ കൂടിയാൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറും മെറ്റൽസിന്റെ കേസിലാണ് ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന ആലോചിക്കുക. അതേസമയം സെമി കണ്ടക്ടേഴ്സിലാണെങ്കിലോ നേരെ തിരിച്ച്, സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. സ്വാഭാവികമായിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാൻ മീൻസ് എന്താ, അവിടെ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി, അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് കൂടി, അതോടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടും. അപ്പൊ രണ്ടും എന്താ എക്സാമിന് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ അറിയണം. ഓക്കെ അല്ലേ. അപ്പൊ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അത് ഇത്രയൊക്കെ ഉള്ളൂ വാലൻസ് ബാൻഡ് തിയറി, സോറി നമ്മുടെ ബാൻഡ് തിയറി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരുപാട് ഡെപ്തിൽ നമുക്ക് പഠിക്കാനില്ല, ബേസിക കാര്യങ്ങളാണ് എന്ത് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, മെറ്റാലിക് ബോണ്ട് പറഞ്ഞു, ദെൻ 3 തിയറീസ്, ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി, ദെൻ രണ്ടാമത്തെ തിയറിയാണ് നമ്മൾ പറഞ്ഞ വാലൻസ് ബോണ്ട് തിയറി, മൂന്നാമത്തത് ബാൻഡ് തിയറി. അത് മൂന്നും ഇതിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് എന്താ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ്
ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, ഇത് എവിടെ കാണപ്പെടുന്നത്? ഇറ്റ് occurs between molecules when a hydrogen atom is covalently bonded to a highly electronegative atom such as fluorine, oxygen or nitrogen and is attracted to another electronegative atom with a lone pair of electrons. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ട് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് വെൻ എ ഹൈഡ്രജൻ ആറ്റം ഈസ്, അതായത് ഒരു നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ HF. ഓക്കെ, HFന്റെ ഇതെന്താ, ഇവിടെ നോക്കുക, ഹൈഡ്രജന് ആരായിട്ടാണ് കോവാലന്റ് ബോണ്ട് വന്നിട്ടുള്ളത്? ഫ്ലൂറിൻ ആയിട്ടാണ്. ഫ്ലൂറിന്റെ പ്രോപ്പർട്ടി എന്താ? ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് അല്ലേ? ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഇതെന്തായിട്ട് മാറും? HF. ഇവിടെ ഇവര് കോവാലന്റ് ബോണ്ട് ആണെങ്കിലും ഇവിടെ ഈ ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ഫ്ലൂറിന്റെ ഇവിടെ എന്ത് ഇലക്ട്രോൺസിനൊക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വരും. അതായത് ഇവിടെ ഫ്ലൂറിന്റെ അവിടെ എന്തൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന്റെ അവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഫോം ചെയ്യും. ഓക്കെ, അതായത് ശരിക്കും എന്താ, ഒരു പോളാർ ആയിട്ട് മാറി. ഇനി നോക്കുക, ഇപ്പൊ ഒരു HF ഇങ്ങനെ സംഭവിച്ചു. ഇനി ഇതിന് തൊട്ടടുത്ത് വേറെ ഒരു HF ഉണ്ട് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോ ഈ ഇതിലും ഇതേപോലെ സംഭവിക്കില്ലേ? ഇവിടെ മൈനസ് ഡെൽറ്റ ഉണ്ടാവും, ഇവിടെയും പ്ലസ് ഡെൽറ്റ ഉണ്ടാവും. അപ്പോ ഈ മൈനസ് ഡെൽറ്റയും ഇവിടുത്തെ ഹൈഡ്രജൻ രണ്ടാമത്തെ ഇതിന്റെ പ്ലസ് ഡെൽറ്റയും തമ്മിൽ എന്തുണ്ടാവും? ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഡൈപോൾ ഇന്ററാക്ഷൻ അവിടെ പോസിബിൾ ആണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്തുണ്ടാവും? ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് HF കാണാം. അതേപോലെ H2O ഇതേപോലെ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നുണ്ട്. ദെൻ സാലിസിലിക് ആസിഡിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഒന്ന് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടും രണ്ടാമത്തത് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടും. ഓക്കെ, ഇനി ഈ ഹൈഡ്രജൻ ബോണ്ട് അത്ര സ്ട്രോങ് ആണോ? അതായത് നമ്മളിപ്പോ കോവാലന്റ് ബോണ്ടും അതുപോലെ അയോണിക് ബോണ്ടൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? വളരെ വീക്കാണ്. അതായത് കോവാലന്റ് ബോണ്ട് അയോണിക് ബോണ്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ രണ്ട് സ്ട്രോങ് ആണല്ലോ. അതേസമയം ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? വീക്കർ ആണ്. ഓക്കെ, വീക്ക് ബോണ്ടാണ്. അതേസമയം നമുക്ക് എന്ത്, ഇപ്പോ വാണ്ടർവാൾ ഫോഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, വാണ്ടർവാൾ ഫോഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇത് കുറച്ച് സ്ട്രോങ്ങറുമാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് എന്താണ്, അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടിനും അതേപോലെ വാണ്ടർവാൾ ഫോഴ്സിന്റെ ഒക്കെ ഇടയിലായിട്ടാണ് എന്ത്, ഇതിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, ഒരു മോഡറേറ്റ് റേഞ്ച് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം എന്തൊക്കെ എഫക്റ്റുകളാണ് അല്ലെങ്കിൽ ആ കോമ്പൗണ്ട്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്ന്, ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ H2O എടുക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ എന്താണ്? വളരെ ഹൈ ആണ് അല്ലേ? അത് നമ്മളിപ്പോ അതിന്റെ അല്ലെങ്കിൽ H2S കമ്പയർ ചെയ്യുമ്പോൾ എന്താ, വളരെ കൂടുതലാണ് H2Oന്റെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? അതിലെ ഹൈഡ്രജൻ ബോണ്ട് കാരണമാണ്. അതേപോലെ വാട്ടറിന്റെ സൊല്യൂബിലിറ്റി നോക്കുകയാണെങ്കിൽ എന്താ, ഇൻക്രീസിങ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ വിസ്കോസിറ്റി ആവട്ടെ, സർഫസ് ടെൻഷൻ ആവട്ടെ, അത് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ വോളറ്റൈലിറ്റി നോക്കുകയാണെങ്കിൽ എന്താ, ലെസ് വോളറ്റൈൽ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം അവിടെ ലെസ് വോളറ്റൈൽ ആണ്. ദെൻ വാട്ടറിന്റെ നമ്മൾ പറയുകയാണെങ്കിൽ ഡെൻസിറ്റിന്റെ അനോമലി ഉണ്ടല്ലോ അല്ല, അതായത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത്, മാക്സിമം ഡെൻസിറ്റി വാട്ടർ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു അനോമലി എന്ത്, അതിന്റെ റീസൺ എന്ത് തന്നെയാണ്? ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിന്റെ എഫക്റ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർമോളിക്കുലാറും അതുപോലെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്? ആ വാക്കിൽ തന്നെ ഉണ്ട് ഇന്റർമോളിക്കുലാർ. ഇവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അടുത്തടുത്ത മോളിക്യൂൾ തമ്മിലാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലാണ് എന്ത് നടക്കുന്നത്? ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത്. ഓക്കെ, വെൻ ഹൈഡ്രജൻ ബോണ്ടിങ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഡിഫറെന്റ് മോളിക്യൂൾസ് ഓഫ് ദ സെയിം ഓർ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഇറ്റ് ഈസ് കോൾഡ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അതായത് ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ HF-ഉം അടുത്തൊരു HF തമ്മിൽ എന്ത് ബോണ്ടിങ്ങിൽ ഏർപ്പെടുകയാണെങ്കിൽ അതാണെന്ത്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അതുപോലെ നമ്മൾ H2O നോക്കുകയാണെങ്കിൽ H2Oയിൽ എന്ത് തന്നെയാണ് നടക്കുന്നത്? അവിടെയും ഒരു H2Oയും അടുത്ത H2Oയും തമ്മിലാണെന്ത് ബോണ്ടിങ് ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഏതിലൊക്കെ കാണപ്പെടുന്നു ചോദിച്ചാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടറിൽ കാണപ്പെടുന്നു, ദെൻ ആൽക്കഹോൾസ്, ദെൻ അമോണിയ NH3, ദെൻ കാർബോക്സിലിക് COH ഗ്രൂപ്പ്, ദെൻ നമ്മുടെ അമീൻ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പ്, ഓക്കെ. പിന്നെ അമൈഡ്, ഇതിലൊക്കെ കാണപ്പെടുന്നത് എന്താണ്? ഇതിലൊക്കെ കാണപ്പെടുന്നത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ അല്ലേ? പിന്നെ സ്വാഭാവികമായിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഈ പറഞ്ഞ കോമ്പൗണ്ടുകളൊക്കെ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിന്റും അതുപോലെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ കൂടുതലാണ്. ദെൻ വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ ഇവരെന്താ ഒരു ക്ലസ്റ്റർ പോലെ അല്ലെങ്കിൽ അസോസിയേറ്റ് അല്ലെങ്കിൽ ബോൺസ് ഫോം ചെയ്തിട്ട് ഒരു ക്ലസ്റ്റർ പോലെയൊക്കെ എന്ത് ചെയ്യുന്നു? ഇവര് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കൂ. ഇപ്പൊ H2O കേസ് ഇതാ ഫസ്റ്റ് ചിത്രമാണ്. H2O ഹൈഡ്രജൻ ബോണ്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു H2O എടുത്തു. ഈ H2Oയില് ഓക്സിജൻ ആണല്ലോ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് അല്ലേ? അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഈ ഓക്സിജന് ഉണ്ടാവും. ദെൻ Hന് ഒരു പോസിറ്റീവ് ചാർജും. അപ്പോ ഇനി ഇതെന്ത് ചെയ്യും? തൊട്ടടുത്ത H2Oയില് ഓക്സിജനുമായിട്ട് ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്ന ഇതാണ് ഹൈഡ്രജൻ ബോണ്ട് പറയുന്നത്. അതേസമയം ഇവിടെ നോക്കൂ, ഈ H അടുത്ത ഓക്സിജൻ, അടുത്ത H2Oയിലെ ഓക്സിജനുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും, ഡൈപ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു H2O മോളിക്കൂളിനെ ഏകദേശം തൊട്ടടുത്ത 4 H2O മോളിക്കൂളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ചിത്രം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കൂ, ഇതാണ് നമ്മുടെ H2O. ഇതെന്ത് ചെയ്യും? ഇത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ആരായിട്ട്? അടുത്ത H2Oയിലെ ഹൈഡ്രജനായിട്ട് എന്ത് ചെയ്യും? ഇവര് ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോന്നും എന്ത് ചെയ്യും? ബോണ്ടിങ്ങിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു H2O എടുക്കുകയാണെങ്കിൽ ആ H2O എന്ത് ചെയ്യും? തൊട്ടടുത്ത 4 H2O മോളിക്കൂളായിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ H2Oയിലൊക്കെ H2Oനെ നമ്മൾ ഗുഡ് സോൾവെന്റ് പറയാൻ കാരണം. അതിന്റെ റീസൺ ഒക്കെ ശരിക്കും ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ്. അതേപോലെ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണല്ലോ. അതുപോലെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അതെന്താണ്? വാട്ടറിന് കൂടുതലാണ്. അതിന്റെയൊക്കെ റീസൺ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ദെൻ വാട്ടറിന്റെ ഹൈ സർഫസ് ടെൻഷൻ പറയാം, അതുപോലെ ക്യാപ്പിലാരിറ്റി പറയാൻ പറ്റും. ഇതൊക്കെ ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഗ്രൂപ്പ് 16 എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പം ഓക്സിജൻ എന്താണ്? ഗ്രൂപ്പ് 16 ആണല്ലോ. അപ്പൊ ഗ്രൂപ്പ് 16 നമ്മൾ അതിന്റെ ഹൈഡ്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് സപ്പോസ് നിങ്ങൾ നോക്കൂ, H2S, ദെൻ H2SC, H2TE ഇതൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഒക്കെ കൂടുതലാണ് ആർക്ക്? H2Oക്ക്. റീസൺ എന്താണ്? ഇവിടെ ഈ ബാക്കി 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് നോക്കുമ്പോൾ SC, ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഓക്സിജൻ എന്താണ്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ഇത് ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിന് തൊട്ടടുത്ത H2O മോളിക്കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഏർപ്പെടാൻ പറ്റുന്നുണ്ട്. അതേസമയം H2Sലും H2SCയിലൊക്കെ എന്താണ്? ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് അത്ര സ്ട്രോങ് അല്ല. കാരണം എന്താ? ഇവിടെ എസും SC, ഒക്കെ എന്താണ്? അത്ര വീക്ക് ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ അവരും തമ്മിൽ എന്തില്ല? പ്രത്യേകിച്ച് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ കഴിയാൻ മാത്രം ഒരു പൊളാരിറ്റി ഇതിനില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം, ഇപ്പൊ NH3 എടുക്കുകയാണെങ്കിൽ NH3ക്കും ഇതേപോലെ തന്നെയാണ്. ഇവിടെ നൈട്രജൻ ആണല്ലോ. നൈട്രജൻ അതിനെന്താണ്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതിലെ ബാക്കി 15ാം ഗ്രൂപ്പ് എലമെന്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കൂ. അപ്പൊ ഗ്രൂപ്പ് 15 ഹൈഡ്രേറ്റ്സ് ആയ നമ്മൾ PH3 എടുക്കുകയാണെങ്കിൽ PH3 ആവട്ടെ, അതുപോലെ ASH3, പിന്നെ ഏതാ SbH3, ഇതൊക്കെയാണല്ലോ ഗ്രൂപ്പ് 15 ഹൈഡ്രേറ്റ്സ് അല്ലേ? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? നൈട്രജൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ NH3 ആണെന്ത്? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ബാക്കി PH3 ആവട്ടെ, ASH3 ആവട്ടെ, SbH3 ആവട്ടെ, ഇതിലൊന്നും ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നില്ല. റീസൺ എന്താണ്? ഇതൊന്നും അത്ര ഹൈലി ഇലക്ട്രോനെഗറ്റീവ് അല്ല. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഇതിനൊക്കെ കുറവായതുകൊണ്ടാണ്. അതുപോലെ ഇതിന്റെ സൈസും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റും, ഈ NH3 ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതൽ.
അല്ലേ? അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ഇതിന്റെ ഈ NH3 എന്നിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി NH3 കാണപ്പെടുന്ന ബോണ്ട് എന്ത് തന്നെയാണ്? ഇത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ചിത്രമാണ് ഇവിടെ രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഫസ്റ്റത്തെ NH3, ഇതിൽ N എന്താണ്? ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതാണ് ഡെൽറ്റ മൈനസ്. ഇത് തൊട്ടടുത്ത NH3 ഹൈഡ്രജനുമായിട്ട് പാർഷ്യലി പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ എന്ത് ചെയ്യാ? ഈ തൊട്ടടുത്ത NH3 ആരുമായിട്ട് ബോണ്ടിങ് ഏർപ്പെടും? അതിലെ നൈട്രജനും തൊട്ടടുത്ത NH3 ഒരു ഹൈഡ്രജൻ തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടും, അതിലെ അട്രാക്ഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ തമ്മിൽ ഒരു ഡൈപോൾ ഇന്ററാക്ഷൻ ഉണ്ടായി. അപ്പോ നമുക്ക് അവിടെ ഹൈഡ്രജൻ ബോണ്ട് കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു അടുത്തടുത്ത ഡിഫറെന്റ് മോളിക്യൂൾ തമ്മിലാണ് എന്ത് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ, നമ്മുടെ കാർബോക്സിലിക് ആസിഡ് CrCOH. അപ്പൊ നോക്കൂ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു RCOH. ഓക്കെ, ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ദെൻ അതും രണ്ടാമത്തെ ഗ്രൂപ്പ് തമ്മിൽ നോക്കൂ, ഇവർ തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് ആരൊക്കെ തമ്മിലാ? അതായത് ഇവിടെ നമുക്കറിയാം ഓക്സിജൻ ആണല്ലോ ഇവിടെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ? അപ്പോ ഇതിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ ഇവർ തമ്മിൽ എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ? അതായത് ഇവിടെ എന്തുണ്ടായി? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തു. അതേപോലെ നോക്കൂ, ഇവർ തമ്മിൽ ഈ താഴത്തുള്ള ഈ ഹൈഡ്രജനും രണ്ടാമത്തെ ഓക്സിജൻ തമ്മിൽ ഇവിടെ എന്തുണ്ടായി? ബോണ്ടിങ് ഫോം ചെയ്തു. ഇനി അടുത്തത് ആൽക്കഹോളിന്റെ കേസ് നോക്കൂ, ROH. ഓക്കെ, OH ഗ്രൂപ്പിന്റെ അതിൽ വരുന്ന ബോണ്ടിങ് നോക്കൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ OH ഗ്രൂപ്പിലെ ഈ ഓയും തൊട്ടടുത്ത OHലെ H തമ്മിലാണ് എന്തുണ്ടാവും? ബോണ്ടിങ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് ഒരുപാട് കോമ്പൗണ്ട്സിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ നേരത്തെ പറഞ്ഞ അമീൻസിലാണെങ്കിൽ NH2 ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നുണ്ട്. കാരണം എന്താ? അതില് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജന് ഒരു ബോണ്ടിങ് വന്നിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെ അടുത്ത മോളിക്കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ അമൈഡ്, ഇപ്പൊ CONH2, അമൈഡിനും എന്ത് ബിഹേവിയർ കാണിക്കാൻ പറ്റും? ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. നേരത്തെ ഇന്റർ എന്ന് പറഞ്ഞപ്പോ എന്താ? അടുത്തടുത്ത ഡിഫറെന്റ് മോളിക്യൂൾ തമ്മിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ട് ആണെങ്കിലാണ് ഇന്റർ എന്ന് പറഞ്ഞത്. ഇൻട്രാമോളിക്കുലർ പറഞ്ഞാൽ എന്താ? ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്ന എന്തിലാ? ഒരേ മോളിക്യൂൾ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത്. ദ ഹൈഡ്രജൻ ബോണ്ടിങ് which take place within a molecule itself is called intramolecular hydrogen bond. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്ന ഏതിൽ തന്നെയാണ്? വിത്തിൻ എ മോളിക്യൂൾ. ആ മോളിക്യൂൾ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നതെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒന്നുകൂടെ എക്സാമ്പിൾസ് നോക്കൂ. അത് എന്റെ റീസൺ അവിടെ പറയുന്നത് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ടു ഗ്രൂപ്പ്സ് സച്ച് ദാറ്റ് വൺ ഗ്രൂപ്പ് കണ്ടെയ്ൻ എ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, then linked to an electronegative atom and the other group contain a highly electronegative atom linked to a lesser electronegative atom of other group. ഓക്കെ, എന്തായാലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. അതായത് ഈ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ് എന്ത്? ഒന്ന് ഓർത്തോ നൈട്രോഫീനോൾ. അതുപോലെ അതിൽ കാണപ്പെടുന്നത് അതിൽ OH ഗ്രൂപ്പ് ഉണ്ട്, NO2 ഗ്രൂപ്പ് ഉണ്ട് ഈ ഓർത്തോ നൈട്രോഫീനോളില്. അപ്പൊ ഇവർ തമ്മിലാണെന്ത്? അതിലെ OH ഗ്രൂപ്പും അതുപോലെ NO2 തമ്മിലാണെന്ത്? ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. അതുപോലെ സാലിസിലിക് ആൽഡിഹൈഡിൽ കാണപ്പെടുന്നുണ്ട്, സാലിസിലിക് ആസിഡിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ചിത്രം ജസ്റ്റ് നോക്കൂ. ഇവിടെ ആ ഓർത്തോ നൈട്രോഫീനോളിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ബെൻസീൻ റിങ്ങില് OH ഗ്രൂപ്പും NO2 ഗ്രൂപ്പും. ഓക്കെ, ഇതാണെന്ത്? ഓർത്തോ നൈട്രോ ഫീനോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ OHലെ H എന്തായിട്ട് മാറും? H ഇവിടെ O എന്താണ്? ഇലക്ട്രോനെഗറ്റീവ് അല്ലേ? അപ്പൊ ഇവിടെ മൈനസ് ചാർജ് വരും, പ്ലസ് Hന്റെ അവിടെ ഒരു പ്ലസ് ചാർജ് വരും. ഓക്കെ, ഇനി NO2 NO2 നോക്കൂ, NO2 ഇതേപോലെ നമുക്ക് പറയാൻ പറ്റും എന്താ? ഇവിടെ ഓക്സിജൻ ആണെന്ത്? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് വരുന്നത് അല്ല. എന്നിന് ഓന് കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ അല്ല ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ ഓക്സിജൻ അവിടെ എന്ത് വരും? ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ അങ്ങനെ ഇതിലെ ഈ OHലെ Hഉം NO2ലെ Oയും തമ്മിൽ എന്ത് ചെയ്യും? ഒരു
ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇവർ തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇതാണ് നമ്മുടെ OH ഗ്രൂപ്പ്, ഇത് NO2 ഗ്രൂപ്പ്. ഓക്കെ, ഇവർ തമ്മിൽ ഇതിലെന്ത് H ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും O പാർഷ്യൽ നെഗറ്റീവ് ചാർജും അതിൽ കാണപ്പെടും. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതാണ് എന്ത് ഇവിടുത്തെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മോളിക്കൂൾ എന്താണ്, ഇവിടെ ബോണ്ടിങ് ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത് എന്ത് തന്നെയാണ്, ഒറ്റ മോളിക്കൂൾ തന്നെയല്ലേ, ഒറ്റ കോമ്പൗണ്ട് തന്നെയല്ലേ. അതുകൊണ്ടാണ് ഇതിനെ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ, സാലിസിലിക് ആൽഡിഹൈഡിന്റെ എക്സാമ്പിൾ നോക്കൂ. അതായത് ഇവിടെ എന്താ, ബെൻസീൻ റിങ്ങില് ഒരു OH ഗ്രൂപ്പും അതിന്റെ തൊട്ടടുത്തായിട്ടാണ് CHO ഗ്രൂപ്പ് കിടക്കുന്നത്. ഓക്കെ, ഇനി സാൾസിക് ആസിഡ് ആണെങ്കിൽ അവിടെ CHO പകരം COOH വരും. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പൊ എന്താണെങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടൊക്കെ രണ്ടിൽ കേസിൽ എന്താണ്, ഓർത്തോ പൊസിഷനിലാണ് ഈ രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പും വന്നിട്ടുള്ളത്. OH ഉം NO2 ഉം വന്നിട്ടുള്ളത് ഓർത്തോ പൊസിഷനിലാണ്. ഓക്കെ, അല്ലാതെ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ പാരാ പൊസിഷനിൽ ഇപ്പൊ OH ഇവിടെ വന്നു, ഇവിടെ NO2 വന്നു. ഓക്കെ, ഇതിപ്പോ എന്താണ്, ഇത് പാരാ നൈട്രോഫീനോൾ ആണ്. പക്ഷെ ഇതെന്തല്ല, ഇവർ രണ്ടറ്റത്തെ കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ എന്ത് നടക്കില്ല, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് നടക്കില്ല. പക്ഷെ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തൊട്ടടുത്ത ഇതേപോലത്തെ എന്താ ചെയ്യാ, പാരാ നൈട്രോഫീനോളുമായിട്ട് ബോണ്ടിങ് ഏർപ്പെടാൻ പറ്റും. അതായത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈ കേസിലൊക്കെ പോസിബിൾ ആണ്, പക്ഷെ ഇൻട്രാമോളിക്കുലർ പോസിബിൾ അല്ല. ഇനി അതേപോലെ നിങ്ങൾ നോക്കൂ, മെറ്റാ പൊസിഷനിലാണ് ഈ രണ്ട് OH ഉം അതുപോലെ NO2 വന്നതെങ്കിലോ, മെറ്റാ പൊസിഷനിൽ വന്നിട്ടും കാര്യമില്ല. മെറ്റാ പൊസിഷൻ പറഞ്ഞാൽ ഒന്നിരട്ട സ്ഥലത്താണല്ലോ വരുന്നത്. അപ്പം അവിടെ എന്ത് നടക്കില്ല, ഹൈഡ്രജൻ ബോണ്ട് നടക്കില്ല. അടുത്തടുത്ത പൊസിഷനിൽ വന്നാലേ ഈ OH ഉം അതുപോലെ NO2 ഉം രണ്ടും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ത് അടുത്തടുത്ത് വന്നാലേ എന്ത് നടക്കുന്നുള്ളൂ, അവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് നടക്കുള്ളൂ. ഇവിടെ നോക്കൂ, സാലിസിലിക് ആൽഡിഹൈഡ് ആണെങ്കിലും ഇവിടെ CHO ഗ്രൂപ്പും OH ഗ്രൂപ്പും എന്താണ്, ഓർത്തോ പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. ഇനി സാലിസിലിക് ആസിഡ് ആണെങ്കിലും അവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഇതേപോലെ OH ഗ്രൂപ്പും COOH എങ്ങനെ കിടക്കുന്നത്, തൊട്ടടുത്താണ്. ഓക്കെ, അല്ലെങ്കിൽ ഓർത്തോ പൊസിഷനിലാണ്. അതുകൊണ്ടാണ് അവിടെ ഇവർ തമ്മിൽ എന്ത്, ഈ COOHലെ ഓയും അതുപോലെ എച്ചുമായിട്ട് എന്ത് ഹൈഡ്രജൻ ബോണ്ടിങ് കാണപ്പെടുന്നത്. ഈ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഓർത്തോനൈട്രോഫീനോൾ ആവട്ടെ സാലിസിലിക് ആസിഡ് ഒക്കെ ആവട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ ഇതിന് വേണമെങ്കിൽ തൊട്ടടുത്ത ഓർത്തോനൈട്രോഫീനോളുമായിട്ടൊക്കെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാലോ. അത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി കാണിക്കുന്ന എന്താണ്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ആ സാലിസിലിക് ആസിഡിന്റെ ചിത്രം കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് വരക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ബെൻസീൻ റിങ്, ഇവിടെ എന്ത് ചെയ്യാ, OH. ഓക്കെ, പിന്നെ സെക്കൻഡ് തൊട്ടടുത്ത ഓർത്തോ പൊസിഷനിൽ COOH. അതിലെ ഈ O ഉണ്ടല്ലോ, ഈ ഓയും എന്താ, ഈ ഓയും ഈ എച്ചും തമ്മിലാണ് എന്ത് ഹൈഡ്രജൻ ബോണ്ടിങ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ ഓയും ഈ എച്ചും ഇവർ തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കൂ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എവിടെ കാണപ്പെടുന്നു, ഇറ്റ് ഈസ് ദ ഹൈഡ്രജൻ ബോണ്ട് ഷോ ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾസ്. ഓക്കെ, ഇൻട്രാമോളിക്കുലർ ആണെങ്കിലോ വിത്തിൻ ദ സെയിം മോളിക്യൂൾ ആണെന്ത് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത്. അടുത്ത നോക്കൂ, എക്സാമ്പിൾസ് നമുക്കറിയാം. ഇന്റർമോളിക്കുലർ എക്സാമ്പിൾ ആണ് H2O, HF, NH3. ഇത് നേരത്തെ പറഞ്ഞ ഫീനോള് അല്ലെങ്കിൽ OH ഗ്രൂപ്പുകൾ, പിന്നെ COH ഗ്രൂപ്പ്, അമീൻസ്, അമൈഡ്. ഓക്കെ, പിന്നെ ഇൻട്രാമോളിക്കുലർ എക്സാമ്പിൾസ് ആണ്, ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക, എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഓർത്തോ നൈട്രോഫീനോള്, സാലിസിലിക് ആൽഡിഹൈഡ്, സാലിസിലിക് ആസിഡ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഇതിന്റെ ഈ ഒരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് ഉണ്ടാകുന്ന എഫക്ട് എന്താണ്, ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇന്റർമോളിക്കുലർ. അതേസമയം ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിൽ എന്ത് സംഭവിക്കുന്നത്, ഇവിടെ പ്രത്യേകിച്ച് അസോസിയേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വേറെ മോളിക്കുലായിട്ട് പ്രത്യേകിച്ച് അസോസിയേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, സൊലൂബിലിറ്റി ഇൻ വാട്ടർ ആണെങ്കിൽ അത് നോക്കുകയാണെങ്കിൽ എന്താ, ഈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് എന്ത് ചെയ്യും, ഹൈലി സൊലൂബിൾ ആണ്,
അതേസമയം ഇൻട്രാമോളിക്കുലർ കോമ്പൗണ്ട്സ് ലോ സൊല്യൂബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇവരുണ്ടാക്കുന്ന സ്ട്രക്ചറാണ് ലീനിയർ ചെയിനുകൾ ഫോം ചെയ്യുന്നുണ്ട്, ലീനിയർ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട് എന്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അതേസമയം നമ്മൾ നേരത്തെ കണ്ടു ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ ആണ് ആര് ഫോം ചെയ്യുന്നത്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ സ്ട്രെങ്ത് ആർക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക, അടുത്തടുത്ത ആളുകൾ തമ്മിലുള്ള ബോണ്ടിങ്ങിലല്ലേ സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുള്ളൂ. അതായത് സ്ട്രോങ്ങർ ആയിട്ടുള്ളത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിലാണ് സ്ട്രോങ്ങർ ബോണ്ട് ഉള്ളത്, അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കാണപ്പെടുന്നത്. അതേസമയം ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്താണ്, പൊതുവെ വീക്കർ ആണ്. അപ്പൊ ഇത് കമ്പാരിസൺ ഒക്കെ മേ ബി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റാണ്ട് എഴുതാൻ കഴിയണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതുവരെ പഠിക്കാനുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. അതിന്റെ 2 ടൈപ്സ് നമ്മൾ പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ മെറ്റാലിക് ബോണ്ടും അതിന്റെ തിയറീസും. അപ്പൊ ഇത്രയേ ഉള്ളൂ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ടോപ്പിക്ക്. അപ്പൊ എന്തായാലും എല്ലാവരും ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. നമുക്ക് ഇതിൽ നിന്ന് വന്ന ഇപ്പൊ ഈ പറഞ്ഞ മെറ്റാലിക് ബോണ്ടിൽ നിന്നും അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിൽ നിന്നും വന്ന കുറച്ച് PIQs കുറച്ച് MCQs എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വേഗം പഠിച്ചു നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നോക്കൂ, ഇത് HSK ചോദിച്ചതാണ്. താഴെ തന്നിട്ടുള്ള സംയുക്തങ്ങളിൽ ഏത് സംയുക്തമാണ് ഏറ്റവും ശക്തിയുള്ള ഹൈഡ്രജൻ ബോണ്ട് രൂപീകരിക്കുന്നത്? അപ്പൊ ഇവിടെ ഏറ്റവും ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ സ്ട്രോങ്ങസ്റ്റ് ഹയസ്റ്റ് ബോണ്ട് കാണിക്കുന്ന കോമ്പൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. HF, HCl, HI, HBr. അപ്പൊ ഇതിൽ നമുക്കറിയാം ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് കൂടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആവണ്ടേ അല്ലെ? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ അവിടെ എന്താവും, ബോണ്ട് സ്ട്രെങ്ത് കൂടും. അതുപോലെ സൈസ് കുറഞ്ഞാലും ബോണ്ട് സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നവയിൽ ഫ്ലോറിൻ ഉണ്ട്, അതുപോലെ ദെൻ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവുന്ന കാര്യം എന്താ, ഇതില് ഫ്ലൂറിൻ ആണെന്ത് സൈസ് കുറവും അതുപോലെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഫ്ലൂറിൻ ഉണ്ടാക്കുന്ന ബോണ്ട് ആയിരിക്കും എന്ത്, ഇതിലായിരിക്കും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് കാണപ്പെടുന്നത്. അതായത് ഇത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് HF എന്ത് കൂടുതൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതേസമയം HCl ആവട്ടെ, HBr ആവട്ടെ, HI ആവട്ടെ, ഇതിനൊക്കെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ട് വളരെ വീക്കറായിട്ട് അതിൽ കാണപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ HF ആണ് വരുന്നത്. അടുത്ത നോക്കൂ, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിനാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്? ഇതിൽ താഴെ ഏതിലാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്നത് ചോദിക്കുന്നത്. നോക്കൂ, ഓർത്തോ നൈട്രോഫീനോൾ, പാരാനൈട്രോഫീനോൾ, മെറ്റനൈട്രോഫീനോൾ, പാരാബ്രോമോഫീനോൾ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം, ആ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ അടുത്തടുത്തായിരിക്കണം അല്ലേ? അത് ഏത് പൊസിഷനിലാണ് വരിക, ഓർത്തോ പൊസിഷനിൽ വന്നാലേ അതെന്തായി മാറുള്ളൂ, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുള്ളൂ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഓർത്തോ നൈട്രോഫീനോൾ. ഓക്കെ, അതിന്റെ ചിത്രം ഓർത്തോയിൽ പറയുമ്പോൾ ഇവിടെ OH തൊട്ടടുത്ത് തന്നെ NO2 വരും. ഇതാണ് ഓർത്തോ നൈട്രോഫീനോൾ. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. പാരാനൈട്രോഫീനോൾ തെറ്റാണ്, മെറ്റ തെറ്റാണ്, പാരാബ്രോമോഫീനോൾ ആണെങ്കിലൊക്കെ തെറ്റാണ്. അതേസമയം ഇനി ഓർത്തോ ബ്രോമോഫീനോൾ തരാണെങ്കിൽ അതെന്ത് നമുക്ക് അവിടെ ബോണ്ടിങ് കിട്ടും, അല്ലെങ്കിൽ ഓർത്തോ ക്ലോറോ ഫീനോൾ തരാണെങ്കിലൊക്കെ നമുക്ക് കിട്ടും. അടുത്ത നോക്കൂ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് കെമിക്കൽ ബോണ്ടിങ്? നമ്മൾ ഇതിനു മുമ്പ് MCQൽ പറഞ്ഞാണ്, എന്നാൽ നോക്കൂ ഇവിടെ മെറ്റാലിക്കിന്റെ കേസിൽ വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അയോണിക് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആൻഡ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അത് കറക്റ്റ് അല്ലേ? അയോണിക് ബോണ്ട് ഇപ്പൊ നമ്മൾ NaCl എടുക്കുകയാണെങ്കിൽ Na എന്താ ഇലക്ട്രോ പോസിറ്റീവും Cl ഇലക്ട്രോ നെഗറ്റീവും ആണ്. അപ്പൊ ഇവർ തമ്മിലാണല്ലോ ബോണ്ടിങ് ഏർപ്പെടുന്നത്. അപ്പൊ അയോണിക് ബോണ്ടുകളൊക്കെ ഇലക്ട്രോ പോസിറ്റീവും ഇലക്ട്രോ നെഗറ്റീവ് തമ്മിലാണ് ബോണ്ടിങ് ഏർപ്പെടുന്നത്. അത് കറക്റ്റ് ആണ്. കോവാലന്റ് ബോണ്ടിങ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആൻഡ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? നമ്മളിപ്പോ Cl2 പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്താണ്, Cl ഉം കോവാലന്റ് ബോണ്ട് അല്ലേ? അതായത് ഇത് രണ്ടും എന്താ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതേസമയം O2 പറയുകയാണെങ്കിൽ എന്താണ്, ഇതും ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ദെൻ N2 പറയുകയാണെങ്കിൽ എന്ത് തന്നെയാണ്, ഇവർ തമ്മിൽ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിലൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്, രണ്ട് ഇലക്ട്രോ നെഗറ്റീവ് ആളുകൾ തമ്മിലാണ് ബോണ്ടിങ് വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, കോർഡിനേറ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. കോർഡിനേറ്റ് ബോണ്ട് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് അല്ലല്ലോ. കോർഡിനേറ്റ് ബോണ്ട് നടക്കുന്നത് എങ്ങനെ, അതായത് കോവാലന്റ് ബോണ്ട് തന്നെയാണ്, പക്ഷെ ഇവിടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്ന ആരായിരിക്കും, ഒരു എലമെന്റ് ആയിരിക്കും ഇലക്ട്രോൺസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആ NH
3യും H+ കൂടി ചേർന്നിട്ട് NH4+ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അമോണിയ അയൺ ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ നടക്കുന്നത് ശരിക്കും എന്താണ്? ഇവിടെ കോർഡിനേറ്റ് ബോണ്ടാണ് നടക്കുന്നത്. അതായത് ഈ NH3 ഇതിന്റെ ഒരു ലോൺ പെയർ ആണ് ആർക്ക് കൊടുക്കുന്നത്? H+ കൊടുക്കുന്നത്. അങ്ങനെയാണ് NH4+ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ല, അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ നോക്കൂ, മെറ്റാലിക് ബോണ്ടിങ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഇലക്ട്രോ പോസിറ്റീവ് ആൻഡ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. അത് കറക്റ്റ് അല്ലേ? അതായത് നമുക്കറിയാം മെറ്റാലിക് ബോണ്ടിങ് എവിടെ കാണപ്പെടുന്നത്? മെറ്റലിലാണ്. മെറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഇലക്ട്രോ പോസിറ്റീവ് അല്ലേ? നമ്മളിപ്പോ ലിഥിയം മെറ്റൽ എടുക്കുകയാണെങ്കിൽ ഇവര് ലിഥിയവും തമ്മിലായിട്ടല്ലേ ബോണ്ടിങ് ഏർപ്പെടുക. അപ്പൊ എൻ ആണെങ്കിൽ സോഡിയം മെറ്റൽ ആണെങ്കിൽ എൻ തമ്മിലല്ലേ ബോണ്ടിങ് ഏർപ്പെടുന്നത്. അപ്പോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ്. അപ്പൊ ബാക്കി നമ്മൾ ചോദിച്ചത് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ 1, 2, 4 ആണ് ശരി. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പ്രസന്റ് ഇൻ. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നത്, നിങ്ങൾ ഒന്നും നോക്കണ്ട, ഓർത്തോപോയിഷ്യയിൽ ആരാ കാണപ്പെടുന്നത്? അവരിലേ കാണപ്പെടുള്ളൂ. അപ്പം എയിൽ എന്താ? എയില് പാരാ പൊസിഷനിലാണ്, അതുകൊണ്ട് അതല്ല. ഇനി ബി നോക്കൂ, ബി എന്താ കൊടുത്തത്? OHNO2 മെറ്റാ പൊസിഷനിലാണ്. അപ്പൊ ഇവർ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസിലൊന്നും എന്ത് ചെയ്യില്ല? ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതും ഹൈഡ്രജൻ ബോണ്ടിങ് കിട്ടില്ല. HF ആണെങ്കിൽ നമുക്കറിയാം HF എങ്ങനെ നടക്കുന്നത്? അടുത്തടുത്ത HF തമ്മിലാണ് ലീനിയർ ആയിട്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ് HF നടക്കുന്നത്. അപ്പൊ അതുമല്ല, ഇന്ററാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരിക? ആൻസർ ഓർത്തോ നൈട്രോ ഫീനോൾ ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഷോ ദ പ്രസൻസ് ഓഫ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്? തന്നിരിക്കുന്നതിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്ന കോമ്പൗണ്ട് ഏതാണ് ചോദ്യം. നോക്കാം, H2O2. H2O2ൽ നടക്കുന്നത് ഏതാ? ഇൻട്രാമോളിക്കുലർ ആണ്. ഓക്കെ, HCN ആണെങ്കിലോ? HCN നടക്കുന്ന ഏതാ? ദെൻ സെല്ലുലോസ്. സെല്ലുലോസ് ആണെങ്കിൽ നമുക്കറിയാം സെല്ലുലോസിലാണ് ശരിക്കും എന്ത്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് നടക്കുന്നത്. ഓക്കെ, നേരത്തെ H2O2ലൊക്കെ പറഞ്ഞത് ഇന്റർമോളിക്കുലർ ആട്ടോ, ഞാൻ ഇവിടെ ഇത് മാറിയതാണ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് H2O2 നടക്കുന്നത്. അതേസമയം സെല്ലുലോസിൽ നടക്കുന്നത് എന്താണ്? സെല്ലുലോസിൽ നടക്കുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. അത് മറക്കരുത്. ദെൻ അസറ്റിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് എന്താണ്? നമുക്കറിയാം കാർബോക്സിലിക് ആസിഡിലൊക്കെ മെയിനായിട്ട് നടക്കുന്ന ഏതാണ്? അതിലൊക്കെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് പോസിബിൾ ആണ്. അസറ്റിക് ആസിഡ് അല്ലേ? അപ്പം അവിടെ ഇന്റർമോളിക്കുലർ ആണ്. ആൻസർ ഇവിടെ വരുന്നത് സെല്ലുലോസ്. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇൻട്രാമോളിക്കുലർ ആണെങ്കിൽ ഇപ്പൊ സെല്ലുലോസ് ഒരു എക്സാമ്പിൾ ആണ്, അതിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ സാലിസിലിക് ആസിഡ് എക്സാമ്പിൾ ആണ്, ഓർത്തോ നൈട്രോഫീനോൾ എക്സാമ്പിൾ ആണ്. അടുത്ത നോക്കൂ, ഇൻ ദ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ ആർ അസ്യൂം ടു ഒബേ. അതായത് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ ഇലക്ട്രോൺസ് ഏതാണ് ഒബേ ചെയ്യുന്നതായിട്ട് പറയുന്നത്? നോക്കൂ, ഫെർമി ഡിറാക് സ്റ്റാറ്റി ആണോ? അല്ല, അത് തെറ്റാണ്. അടുത്തത് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റി ആണോ? അതുമല്ല. നമ്മൾ പഠിച്ചിരുന്നു മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റി ആണെന്ത്? ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി അല്ലെങ്കിൽ ഡ്രോഡിന്റെ തിയറിയിൽ വരുന്ന ഏതാണ്? മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റി ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. സോമർഫെൽഡ് ആണെന്ത്? ഫെർമി ഡിറാക് സ്റ്റാറ്റി യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നോക്കൂ, അക്കോർഡിംഗ് ടു ഡ്രോഡ് ലോറൻസ് ഫ്രീ ഇലക്ട്രോൺ തിയറി ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റൽ ഈസ് ഗിവൺ ബൈ. ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ ചോദിച്ചതാണ്. ഇത് നമ്മള് റെസിസ്റ്റൻസോ ഫസ്റ്റ് മോഡ് എടുത്ത സമയത്ത് ഇക്വേഷൻ പറഞ്ഞു, കണ്ടക്ടിവിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതായത് സിഗ്മ ഈക്വൽ ടു NE² ടോ ഡിവൈഡഡ് ബൈ M. ഇതാണ് എന്ത്? കണ്ടക്ടിവിറ്റിയും അതുപോലെ N എന്നുള്ളത് എന്താ? അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ദെൻ E എന്ന് പറഞ്ഞ ഇലക്ട്രോണിന്റെ ചാർജ്, ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം. ഓക്കെ, M എന്ന് പറഞ്ഞാൽ മാസ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? സിഗ്മ ഈക്വൽ ടു NE² ടോ ബൈ M. ഇനി അടുത്ത നോക്കൂ, അപ്പൊ ഇതിന്റെ ആൻസർ എ ആണ്, ഡയറക്റ്റ് ചോദ്യമാണ്. അടുത്തത്, സോമർഫെൽഡ്സ് ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ. പറയൂ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് കണ്ടക്ടിവിറ്റി, ബി ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മെറ്റൽസ്, സി ബോത്ത് എ ആൻഡ് ബി നൺ ഓഫ് ദ എബോവ്. ഇതിൽ ഏതാണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിന്റെ ഡ്രോബാക്കിനായിരുന്നു എന്ത്? ഈ ഒരു കപ്പാസിറ്റി ഓഫ് മെറ്റൽസ് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷേ സോമർഫെൽഡിന്റെ ക്വാണ്ടം ഫ്രീ ഇലക്ട്രോൺ തിയറി പ്രകാരം എന്ത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? ഇലക്ട്രോണിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മെറ്റൽസ്
എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ് അത് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി പറഞ്ഞില്ലേ, അത് വരുന്നുണ്ട്. പറയാത്തത് ഏതാ? ഇലക്ട്രോണിക് സ്പെസിഫിക് ഹീറ്റ് ഓഫ് മെറ്റൽസ് ആണ് പറയാത്തത്. ബാക്കി വെയ്ഡ്മാൻ ഫ്രാൻസ് ലോ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ല, നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞിരുന്നു. കെ ബൈ സിഗ്മ ടി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ലോറൻസ് നമ്പർ ആണ് വരിക. Next, according to Weidmann-Franz law, the ratio of thermal conductivity K to electrical conductivity sigma is proportional to. നമ്മൾ പറഞ്ഞു ആ റേഷ്യോ K by sigma എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാ പറഞ്ഞത്? ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ T. നെക്സ്റ്റ്, which of the following best describe a metallic solid in terms of bonding? മെറ്റാലിക് സോളിഡിന്റെ ബോണ്ടിങ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഓപ്ഷൻ എ പറയുന്നത് എന്താ? ലാറ്റിസ് ഓഫ് പോസിറ്റീവ് അയോൺസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സി ഓഫ് ഡി ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. ബി പറയുന്നത് നെറ്റ്വർക്ക് ഓഫ് കോവാലൻ ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ്. സി പറയുന്നത് അയോൺസ് ഹെൽഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ചാർജസ്. ഡി മോളിക്യൂൾസ് ഹെൽഡ് ബൈ വാൻഡർവാൾ ഫോഴ്സസ്. ഇതിലേതാണ്? നിങ്ങൾക്ക് ആലോചിച്ചറിയാം. എന്തായാലും ഇപ്പൊ ഡി നോക്കുകയാണെങ്കിൽ വാൻഡർവാൾ ഫോഴ്സ് ആണ്. അതാണോ? മെറ്റാലിക് ബോണ്ട് പറഞ്ഞ പ്രത്യേക ടൈപ്പ് ബോണ്ട് അല്ലേ? അവിടെ വാൻഡർവാൾ ഫോഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? അല്ല, അപ്പൊ അത് തെറ്റാണ്. അടുത്ത് നോക്കൂ, അയോൺസ് ഹെൽഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ചാർജസ്. അത് ശരിക്കും നോർമലി അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക NaCl പോലത്തെ ചെറിയ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അവിടെ പറയുന്നതാണ് എന്ത്? ഇപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺ ആൻഡ് ചാർജസ്. ഓക്കെ, ഓപ്പോസിറ്റ് ചാർജസ്. അപ്പൊ സി അല്ല. ഇനി ബി ആണോ? കോവാലൻ ബോണ്ട് ആണോ? അതുമല്ല. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? ലാറ്റിസ് ഓഫ് പോസിറ്റീവ് അയോൺസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സി ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് മെറ്റാലിക് ബോണ്ടിന്റെ സമയത്ത് ഇവിടെ എന്താണ്? പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ അയോൺസ് എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ നമുക്ക് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നതായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ മെറ്റൽസിൽ ബോണ്ടിങ് കാണപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ യെല്ലോയിൽ കൊടുത്തതാണ് നമ്മുടെ ഇലക്ട്രോൺസ് എങ്കിൽ ഈ ഇലക്ട്രോൺസിന്റെ സിയിലാണ് ആര് കിടക്കുന്നത്? അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിന്റെ ഇടയിലാണ് നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽസ് കിടക്കുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ ആണ് എവിടെ നടക്കുന്നത്? മെറ്റാലിക് ബോണ്ടിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ മെറ്റൽസിൽ കാണപ്പെടുന്നത്. അടുത്ത്, ദ ഫെയിലിയർ ഓഫ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി ഈസ് മെയിൻലി ഡ്യൂ ടു. ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിന്റെ പരാജയം ഇതിൽ താഴെ പറയുന്നത് കൊണ്ടാണ്. നോക്കൂ, ഓപ്ഷൻ എ പറയുന്നത് എന്താ? നെഗ്ലക്റ്റിംഗ് ഇലക്ട്രോൺ ഇന്ററാക്ഷൻ. അതുകൊണ്ടാണോ? അല്ല. ബി നോക്കൂ, യൂസ് ഓഫ് ക്ലാസിക്കൽ ഇൻസ്റ്റെഡ് ഓഫ് ക്വാണ്ടം സ്റ്റാറ്റി. യെസ്, നമ്മൾ പറഞ്ഞു ഇവിടെ മെയിൻ പരാജയത്തിന്റെ കാരണം എന്താണ്? ഇവിടെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റി ആണ് എടുത്തത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി ആണ് എടുത്തത്. പക്ഷെ ശരിക്കും എന്താണ് എടുക്കേണ്ടിയിരുന്നത്? ഫെർമി ഡിറാക് സ്റ്റാറ്റി ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫെയിലർ ആയത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഹൈഡ്രജൻ ബോണ്ടിങ് occurs when hydrogen is directly bonded to atoms having. അതായത് ഹൈഡ്രജൻ ബോണ്ട് എല്ലാത്തിലും കാണപ്പെടുമോ? ഇല്ല. ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടണമെങ്കിൽ അത് ഏതിലാണ് കാണപ്പെടുക? when hydrogen is directly bonded to atoms having large size and low electronegativity ആണോ? അല്ല, നമ്മൾ പറഞ്ഞു സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അതായത് നമ്മുടെ എച്ചും എഫും, ഇവിടെ എഫിന് കാരണം എന്താ? എഫ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്, പോലെ സൈസ് കുറവാണ്. അത് പറഞ്ഞ H2O എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഓക്സിജൻ എന്താണ്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഓക്കെ, NH3 എടുക്കുകയാണെങ്കിൽ ഇവിടെ എച്ചും എൻ തമ്മിൽ ബോണ്ടിങ് വരുന്നുണ്ട്. അതായത് ഇവിടെ നൈട്രജൻ എന്താ? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോ സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. നെക്സ്റ്റ്, which of the following compound shows both intramolecular and intermolecular hydrogen bonding? പറയൂ, H2O ആണോ? H2Oയിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് മാത്രമേ ഉള്ളൂ H2Oയിൽ. NH3 നമ്മൾ പറഞ്ഞില്ലേ, NH3യിലും ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. HFലാണെങ്കിലോ, HFലും ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇനി സാലിസിലിക് ആസിഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സാലിസിലിക് ആസിഡ്
മെയിനായിട്ട് കാണപ്പെടുന്നത് എന്താണ്? ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. പക്ഷെ അതിലെ എന്താ പറയാ OH-നും അല്ലെങ്കിൽ COH ഗ്രൂപ്പിനും അതിൽ എന്ത് ചെയ്യാൻ പറ്റും? തൊട്ടടുത്ത മോളിക്കൂളായിട്ട് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ബോണ്ടിങ് ഏർപ്പെടാം. അതായത് അവിടെ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ത് ചെറിയ അളവിൽ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് എന്ത് സാലിസിലിക് ആസിഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് കോമ്പൗണ്ട് ഷോ ബോത്ത് ഇൻട്രാ മോളിക്കുലർ ആൻഡ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. സാലിസിലിക് ആസിഡ്. ഇതേപോലെ നിങ്ങളോട് ഇനി ഓർത്തോനൈട്രോഫീനോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ ഇതൊക്കെ മെയിനായിട്ട് മെജോറിറ്റി കാണിക്കുന്നത് എന്ത് തന്നെയാണ്? ഇൻട്രാമോളിക്കുലർ ആണ്. ഓക്കെ. ദ അബ്നോർമലി ഹൈ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ കമ്പയർഡ് ടു H2S ഈസ് ഡ്യൂ ടു, നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ ഗ്രൂപ്പ് 16 ആണല്ലോ ഓക്സിജൻ, എന്നിട്ട് പോലും ബാക്കി എലമെന്റ്സ് ആയ സൾഫറോ അല്ലെങ്കിൽ സെലീനിയോ അതൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ H2S, H2SC ഇതൊക്കെ നോക്കുമ്പോൾ ആർക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്? H2Oക്ക് കൂടുതലാണ്. റീസൺ എന്താ? ഹൈഡ്രജൻ, ഒരാൾ ഹൈഡ്രജൻ ബോണ്ടിങ്. C ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഡസ് നോട്ട് എക്സിബിറ്റ് ഹൈഡ്രജൻ ബോണ്ടിങ്? ഇതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കാണപ്പെടാത്ത ആളാണ് ചോദ്യം. നോക്കാലോ. HF നമുക്ക് ഇനി കണ്ണുമുട്ടി എഴുതാം. HF എന്തായാലും ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതാണ്. HF ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് എന്ന് അറിയാം. അടുത്തത് CH3NH2. ഇതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ? ഉണ്ട്. കാരണം NH2-ല് N-ഉം H തമ്മിൽ അവിടെ ബോണ്ടിങ് വരുന്നുണ്ട് അല്ലേ? അതായത് ഇവർ തമ്മിൽ ഇങ്ങനെ ബോണ്ടിങ്, അതായത് ഒരു ഇലക്ട്രോനെഗറ്റീവും ഹൈഡ്രജൻ തമ്മിൽ ബോണ്ടിങ് വരികയാണെങ്കിൽ ആണല്ലോ അവിടെ എന്തുണ്ടാവുക? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുക. അപ്പൊ അത് പോസിബിൾ ആണ്. അടുത്ത നോക്കൂ, CH3F. CH3F എന്ന് പറയുമ്പം അതിന്റെ ആ ഷേപ്പ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കൂ. CH3 ഇവിടെ ശരിക്ക് F ആരായിട്ടാണ് ബോണ്ടിങ് നടക്കുന്നത്? CH3F-ല്. അല്ലെങ്കിൽ ഇപ്പൊ CH3Cl ആവട്ടെ, CH3Br ആവട്ടെ, ഇതിലൊക്കെ ബോണ്ടിങ്ങിൽ ആ ഹാലജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് ആരുമായിട്ടാണ്? കാർബണുമായിട്ടാണ്. കാർബണും F തമ്മിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടാൽ അവർ തമ്മിൽ എന്തെങ്കിലും എഫക്ട് ഉണ്ടാവും? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവോ? ഇല്ലല്ലോ. നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ എന്താ? ഈ H-ഉമായിട്ടാണ് ഉണ്ടാവേണ്ടത് ബോണ്ടിങ്. ഫ്ലൂറിനോ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജൻ ആവട്ടെ നൈട്രജൻ ആവട്ടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടേണ്ടത്. എന്നാലേ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുള്ളൂ. ഇവിടെ കാർബണുമായിട്ടാണ് ഫ്ലൂറിൻ ബോണ്ടിങ്ങിൽ വന്നത്. അതുകൊണ്ട് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് കാണപ്പെടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഇവിടെ കാർബണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ടിങ് ഇല്ലേ? എന്തുകൊണ്ട് അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല? പക്ഷെ ഇവിടെ എന്താ, കാർബണ് അത്ര ഇലക്ട്രോനെഗറ്റീവ് ആണോ? അല്ല. മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ മാത്രം ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കില്ല? കാർബണ് ഇല്ല. അപ്പോ ഇനി H2 നമുക്കറിയാം അത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ CH3F. ഇനി CH3Cl ചോദിച്ചാലും CH3Br ചോദിച്ചാലൊക്കെ എന്തെന്നെ, അതിലൊന്നും ഹൈഡ്രജൻ ബോണ്ടിങ് കാണപ്പെടുന്നില്ല. മനസ്സിലായല്ലോ? കാരണം അവിടെ ആ Cl ഒക്കെ ബോണ്ടിങ് ഏർപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? കാർബണുമായിട്ടാണ്, ഹൈഡ്രജനുമായിട്ടല്ല. The density of ice is less than that of liquid water. പറയൂ, നമുക്കറിഞ്ഞൂടെ? വാട്ടറിൽ അല്ലെങ്കിൽ ഐസിന്റെ ഡെൻസിറ്റി എന്താണ്? വാട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ടാണല്ലോ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ എന്താ? ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പൊ നോക്കൂ, ഇതിൽ തന്നിരിക്കുന്നതിൽ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി. ഹൈഡ്രജൻ ബോണ്ട് ഫോം ആൻഡ് ഓപ്പൺ ഹെക്സഗണൽ സ്ട്രക്ചർ. ഓക്കെ. അതായത് ഐസിൽ എന്ത് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചർ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ഓപ്പൺ എക്സ്റ്റേണൽ സ്ട്രക്ചർ ആയിട്ടാണ് എന്ത് അതിന്റെ 3D ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ ഒരുപാട് വാക്കൻസി അല്ലെങ്കിൽ വോയിഡ് കാണാൻ പറ്റും. ഓക്കെ. നമ്മള് ഐസ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിലെന്ത് ഒരുപാട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. പക്ഷെ അതിൽ എങ്ങനെയാണ്? ഓപ്പൺ ഹെക്സഗണൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതിന്റെ അറേഞ്ച്മെന്റിൽ ഒരുപാട് വോയിഡ് അല്ലെങ്കിൽ എന്ത് വാക്കൻസീസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് സൈസ് അത്യാവശ്യം വലുതായി തോന്നിക്കുന്നെങ്കിലും അതിന്റെ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്? കുറവായിട്ട് വരുന്നത്. ഓക്കെ. അതാണ് അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ എന്താ റീസൺ? എന്താ? ഹൈഡ്രജൻ ബോണ്ടാണ് അത് എന്ത് ചെയ്യുന്ന ഒരു ഓപ്പൺ ഹെക്സഗണൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അത് ജസ്റ്റ് ആലോചിച്ചാൽ മതി. 15ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്? അപ്പൊ നോക്കാം. ഓർത്തോനൈട്രോഫീനോൾ, പാരാനൈട്രോഫീനോൾ, വാട്ടർ, എഥനോൾ. പറയൂ. പാരാനൈട്രോഫീനോള് എന്ത് കിട്ടില്ല? ഇൻട്രാ കിട്ടോ? കിട്ടില്ല. പക്ഷെ ഇന്റർ കിട്ടും.
വാട്ടർ കിട്ടോ? വാട്ടറും ഇൻട്ര കിട്ടില്ല, ഇന്ററേ കിട്ടുള്ളൂ. ഏതനോൾ കിട്ടോ? നമുക്കറിയാം ആൽക്കഹോള് ഏതാണ് തരുന്നത്? ആൽക്കഹോള് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്ന ആരാണ്? ഓർത്തോനൈട്രോ ഫീനോൾ. ദ സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഫോളോ ദ ഓർഡർ. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത് ആണ് അതിന്റെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്ട്രെങ്ത് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നോക്കിയാൽ മതി? ഒന്ന് സൈസ് ചെറുതാണോ നോക്കുക, അതുപോലെ അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളത് ആരാണോ അത് നോക്കിയാലും മതി. അപ്പൊ നോക്കാം, ഇവിടെ വന്നിട്ടുള്ള ഏതാണ്? എന്നും എച്ച്, അതുപോലെ ഒ എച്ച്, എഫ് എച്ച് ബോണ്ടൊക്കെയാണ്. അപ്പൊ ഇതിൽ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആരുമായിട്ടായിരിക്കും? ഹൈഡ്രജനും ഫ്ലോറിനും തമ്മിൽ ബോണ്ടിങ് ഉള്ള ആളായിരിക്കും കൂടുതൽ എന്തുണ്ടാവുക? ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രെങ്ത് കാണിക്കുക. ആ ഒരു ഓപ്ഷൻ വരുന്ന ഏതിലാ? ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? അതായത് എഫ് എച്ച് ബോണ്ട് ഗ്രേറ്റർ ദാൻ ഒ എച്ച് ഒ ഗ്രേറ്റർ ദാൻ എൻ എച്ച് എൻ. ഓക്കെ, അതായത് ജസ്റ്റ് എനിക്ക് ആ ഇലക്ട്രോനെഗറ്റീവിന്റെ ഓർഡർ ഫോൺ കോൾ ജസ്റ്റ് ഓർത്തിച്ചാൽ മതി. ഫോൺ, അതായത് ഇങ്ങനെയല്ലേ നമ്മളെ ക്രമം പറയാം? എഫ് ഗ്രേറ്റർ ദാൻ ഒ ഗ്രേറ്റർ ദാൻ നൈട്രജൻ. ഓക്കെ, ആ ക്രമം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കേട്ടോ, സംഗതി എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇനി കിട്ടണം. നമ്മളിപ്പോൾ അതിനനുസരിച്ചാണ് ഓരോന്ന് സിമ്പിൾ ആയിട്ട് തന്നെ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിമറിച്ചൊക്കെ ഇടുന്നത്. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് തറാൻ വേണ്ടിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്? അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു കാര്യം അറിയേണ്ടത് എന്താ? തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന ആരാണ്? എച്ച് എഫ് ആണ്. അപ്പൊ ബാക്കി ഈ എച്ച് എഫിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി ഹൈഡ്രജൻ ഹാലൈഡുകളൊക്കെ എന്താണ്? അത് ഗ്യാസ് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലൊക്കെ ഗ്യാഷ്യസ് ഫോമിലാണ് കാണപ്പെടുന്നത്. അതായത് HCl, HBr, HI. ഓക്കെ, ഇതിലൊക്കെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ്? റൂം ടെമ്പറേച്ചറിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് കാണപ്പെടുന്നത്. അതേസമയം HF ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതിന്റെ റീസൺ ഇതാണ്. അതുപോലെ തന്നിരിക്കുന്നതിൽ HFനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലും. റീസൺ എന്താ? ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് കോസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? എന്തൊക്കെ എഫക്റ്റുകളാണ് വരുന്നത്? ഒന്ന് നോക്കൂ. ഒന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ്. അത് കറക്റ്റ് അല്ലേ? ശരിയാണ്. ഇൻക്രീസസ് വിസ്കോസിറ്റി, വിസ്കോസിറ്റി കൂട്ടുന്നു, അതും കറക്റ്റ് ആണ്. ഇൻക്രീസസ് വോളറ്റിലിറ്റി, വോളറ്റിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്? അല്ല, വോളറ്റിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 2ഉം. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1 and 2 ആണ് കറക്റ്റ്. അടുത്ത് നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്. നോക്കാലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് എക്സിസ്റ്റ് ഓൺലി വെൻ ഹൈഡ്രജൻ ഈസ് അറ്റാച്ച്ഡ് ടു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ്. അത് ശരിയല്ലേ? അതായത് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ ഇവരുമായിട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്താലേ അവിടെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് കിട്ടുള്ളൂ, അത് ഫോം ചെയ്യുള്ളൂ. 2, ഇറ്റ് ഈസ് പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ നേച്ചർ. അത് ശരിയാണോ? ഇലക്ട്രോസ്റ്റാറ്റിക് നേച്ചർ ആണോ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്? ആണോ? അല്ല, ഇവിടെ എന്താണ്? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആണ് എന്ത് ഇവിടെ നടക്കുന്നത്? പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ അല്ല, ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത് നോക്കൂ. ഇറ്റ് ക്യാൻ ബി ബോത്ത് ഇന്റർ ആൻഡ് ഇൻട്രാ മോളിക്കുലർ. അത് നമ്മൾ പറഞ്ഞു, ശരിയാണ്. ഇന്ററും വരാം, ഇൻട്രായും വരാം. സോ ആൻസർ വരുന്നത് 1 and 3 ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. ലാസ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്റ്റിങ്ഷസ് ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്? അപ്പൊ ഇന്ററും ഇൻട്രായും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് ഇവിടെ ചോദ്യം. നോക്കാം. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ലെഡ്സ് ടു അസോസിയേഷൻ. അതായത് അവ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലസ്റ്ററുകൾ, നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ശരിയല്ലേ? H2O എടുക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ബോണ്ടിങ് നടക്കുന്നില്ലേ? അസോസിയേഷൻ ഫോം ചെയ്യുന്നില്ലേ? ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കാര്യം എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇന്റർമോളിക്കുലർ പറഞ്ഞത് ശരിയാണ്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ലെഡ്സ് ടു ചെലേഷൻ ആൻഡ് ഡിക്രീസസ് അസോസിയേഷൻ. അതായത് അതായത് ഒരു ചെയിൻ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ആരാണ്? യെസ്, ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയിൻ ഫോം ചെയ്യുന്നത് ആരാ? അവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അല്ലേ? അപ്പൊ ആ പോയിന്റ് അത് കറക്റ്റ് ആണ്. അടുത്ത നോക്കൂ. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഡിക്രീസസ് ബോയിലിംഗ് പോയിന്റ്.
സോറി, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ്, ഇൻട്രാമോളിക്കുലർ ഡിക്രീസസ് ഇറ്റ്. അതും കറക്റ്റ് അല്ലേ? നമുക്കറിയാം H2O എന്താണ് ഇന്റർമോളിക്കുലർ ഉള്ളത് കൊണ്ടാണ്, ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടിയത്. അതേസമയം ഓർത്തോ നൈട്രോഫിനോളുടെ ബോയിലിംഗ് പോയിന്റ് കുറയാൻ കാരണം അവിടെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ 1, 2, 3 മൂന്നും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി, 1, 2 and 3. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പൊ ഇതുവരെ അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ MCQ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം കംപ്ലീറ്റ് MCQ നമ്മൾ കവർ ചെയ്തിരുന്നു. അതേപോലെ ഇപ്പോ മെറ്റാലിക് ബോണ്ടിങ്, അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഓരോ ടൈപ്പിലും എന്ത് ചെയ്യുക, പഠിക്കുക, അല്ലെങ്കിൽ ആ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. സോ നന്നായിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.